IPL രണ്ടാമത്തെ വീക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അല്ല ഇനിയിപ്പോ പഞ്ചാബ് ആവോന്ന് അറിയില്ല. പഞ്ചാബ് ഇതേപോലെയാണ് കഴിഞ്ഞ സീസൺ. അവരുടെ ഹോം ഗ്രൗണ്ടിൽ എല്ലാ മാച്ചും നോക്കും. ഗോട്ടെന്ന് സവിശേഷിപ്പിക്കപ്പെടുന്ന ചില കളിക്കാർ ടീമിൽ നിന്ന് മാറിയാലും ടീം രക്ഷപ്പെട്ടുള്ളൂ. ഓൾസോ അൺപ്രഡിക്റ്റബിൾ ഗെയിമാണ്. ചെന്നൈയുടെ ഗ്രേറ്റസ്റ്റ് പ്ലെയർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുരേഷ് റെയ്നയാണ്, അല്ലാണ്ട് അതുപോലും തോന്നിയല്ല. അങ്ങാടേക്ക് പോകേണ്ട എന്തായാലും ഇപ്പൊ മുംബൈക്ക് തിരിച്ചു വരവ് നടത്താനുള്ള ഒരു സ്റ്റെപ്പായിട്ടുള്ളൂ. കാരണം ഇപ്പൊ LSG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിക്കോളസ് പൂറൻ അത്രേ ഉള്ളൂ. നിക്കോളസ് പൂറൻ എന്ന് പറഞ്ഞ ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ടു എക്സ്കാസ്റ്റ്. IPL രണ്ടാമത്തെ വീക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു വീക്ക് രണ്ടാമത്തെ വീക്കിൽ കുറച്ചും കൂടെ അധികം മാച്ചസ് ഓൾറെഡി കഴിഞ്ഞു. അന്നേരം നമ്മളൊരു ബേസിക് ഓവർവ്യൂ നമ്മുടെ ഫസ്റ്റ് വീക്കിലെ പ്രഡിക്ഷൻസും ഫസ്റ്റ് വീക്കിൽ സംഭവിച്ചതിനെക്കാട്ടും എന്ത് മാറ്റമാണ് അടുത്ത ഒരു സെക്കൻഡ് വീക്കിൽ സംഭവിച്ചതെന്നൊക്കെ ആയിരിക്കും നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. യെസ്, സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ പ്രഡിക്ഷൻ നമ്മൾ നടത്തിയാൽ എല്ലാവരും, എനിക്ക് തോന്നുന്നു നമ്മൾ 3 പേര് പറഞ്ഞത് SRH ടോപ്പ് 4 ഉണ്ടാവുന്നതായിരിക്കും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി 5 മത്സരം SRH കളിച്ചിട്ട് ആകെ ഒരു കളി, ആദ്യത്തെ ഒറ്റ പടക്കം കളി മാത്രമാണ് അവർ ജയിച്ചത്. അപ്പോൾ അതിനുശേഷം അവരിപ്പോൾ ടേബിളിൽ ഏറ്റവും ലാസ്റ്റ് പൊസിഷനാണ്. നമ്മൾ പ്രഡിക്റ്റ് ചെയ്തത് വെച്ചാൽ RR ആയിരുന്നു ഏറ്റവും താഴെ വരുന്നത്. പക്ഷെ അവർ ഇപ്പോൾ അവരുടെ പേസ്, അവരുടെ ടീമിന്റെ സിങ്ക് ഒക്കെ പയ്യെ കൂടി വന്ന് അവർ ഇപ്പോൾ 7ാമത്തെ പൊസിഷനാണെന്ന് അല്ലേ, 7th പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രഡിക്ഷൻസ് ഫുൾ അപ്പാടെ മാറി മറിഞ്ഞ് അപ്പോൾ അങ്ങനെ കുറെ പ്രഡിക്ഷൻസ് തെറ്റി. എന്റെ അഭിപ്രായത്തിൽ എനിക്ക് റഷീദ് ഖാൻ ആയിരിക്കും ടോപ്പ് ബോളർ എന്നാണ് പറഞ്ഞത്. വിക്കറ്റ്സ് തന്നെ എടുക്കുന്നില്ല. ഞാൻ മിച്ചൽ സ്റ്റാർക്കാ പറഞ്ഞത്. സ്റ്റാർക്ക് അതിന്റെ ഉള്ളിലുണ്ട്. എന്നാലും ഇപ്പൊ നൂർ അഹമ്മദാണ് ഇപ്പൊ പർപ്പിൾ ക്യാപ്പ് ഹോൾഡർ ആയിട്ട് ഇരിക്കുന്നത്. ആകെ പ്രഡിക്ഷനിൽ എനിക്ക് ആകെ കറക്റ്റ് നിക്കോളസ് പൂരൻ കൺസിസ്റ്റന്റ് കളിക്കുന്നത്, ടോപ്പ് എത്തുന്നു പറയുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മള് ഏകദേശം എല്ലാവരും ഡൽഹി, പഞ്ചാബ്, RCB. പഞ്ചാബ് ഇപ്പൊ അഞ്ചാമതായി. പക്ഷെ ഇന്നിപ്പോ ചെന്നൈനെ തോപ്പിച്ചു കഴിഞ്ഞാൽ 3 കളി അവർ കളിച്ചിട്ടുള്ളൂ. അപ്പൊ പിന്നെ അവർക്ക് തിരിച്ചു വരാനുള്ള സമയമുണ്ട്. അപ്പോ നമ്മൾ എനിക്ക് മിസ് ഔട്ട് ചെയ്ത ഒരു പേര് RCBയുടെ ആയിരുന്നു. RCB ആരും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. RCB പറഞ്ഞ ഈഡൻ ഗാർഡൻസിൽ പോയി കൊൽക്കട്ടയെ തോപ്പിച്ച്, വാങ്കഡയിൽ പോയി മുംബൈനെ തോപ്പിച്ച്, ചെപ്പോക്കിൽ വെച്ച് ചെന്നൈനെ തോപ്പിച്ചു. അവരുടെ ഹോം ഗ്രൗണ്ട് മാത്രമേ തോറ്റുള്ളൂ. ചിന്നസ്വാമി. അല്ല ഇനിയിപ്പോ പഞ്ചാബ് ആവോന്ന് അറിയില്ല. പഞ്ചാബ് ഇതേപോലെയാണ് കഴിഞ്ഞ സീസൺ. അവരുടെ ഹോം ഗ്രൗണ്ടിൽ എല്ലാ മാച്ചും തോക്കും. എന്നിട്ട് മാച്ചസ് എല്ലാം ജയിക്കുകയും ചെയ്യും. ഒന്നും പറയാൻ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സീസണാണ് IPL ഓൾസോ അൺപ്രഡിക്റ്റബിൾ ഗെയിമാണ്. പക്ഷെ പോണോടത്തോളം ഇതുവരെ നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് വീക്കിൽ നമ്മൾ പറഞ്ഞത് ഏറ്റവും വീക്കസ്റ്റ് ടീം RR ആണെന്നാണെങ്കിൽ ഇപ്പോ അൺഡൗട്ടഡ്ലി പറയാം വീക്കസ്റ്റ് ടീം ചെന്നൈ ആണെന്ന്. ചെന്നൈയാണ് ശരിയാണ്. ടേബിളില് താഴെ സൺറൈസേഴ്സ് ആണെങ്കിൽ അവർ എപ്പോ വേണേൽ തിരിച്ചു വരാന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. ആ ഒരു എക്സ് ഫാക്ടേഴ്സും അവരുടെ പ്ലേയേഴ്സിൽ ഒരു വിശ്വാസമുണ്ട്. പക്ഷെ ചെന്നൈയുടെ ബാറ്റിംഗ് വെച്ച് ഇപ്പോൾ സൺറൈസേഴ്സ് ഇപ്പോൾ എത്ര വിക്കറ്റ് ഡൗൺ ആയിട്ട് നിൽക്കണമെങ്കിലും അവരുടെ മെന്റാലിറ്റി ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് വീക്കിലും പറഞ്ഞിട്ടുണ്ടായി, എത്ര വിക്കറ്റ് ഡൗൺ ആണെങ്കിലും വരാടിക്കുക, ഔട്ടാവുക. അല്ലാണ്ട് ഒരിക്കലും ആ ഒരു ഇപ്പോൾ കമൻസ് ആ ഒരു വീഡിയോ പറയാനുണ്ട് ഡാനിയൽ വിക്ടോറിയയുടെ അടുത്ത്, നമ്മളങ്ങനെ ഇത്ര ഗെയിം പ്ലാൻ വെച്ച് 180 170 എന്നുള്ള ഒരു ഗോളിൽ വരാൻ നിൽക്കണ്ട. വന്നു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും പുഷ് ചെയ്യാൻ നോക്കാം, അടിക്കാൻ നോക്കാം, അവരെ മെന്റാലിറ്റിയിൽ അപ്രോച്ച് ചെയ്യാം. പക്ഷെ ചില സമയത്ത് അഡാപ്റ്റ് ചെയ്യണം. എപ്പോഴും അതനുസരിച്ച് നിൽക്കാൻ പറ്റൂല. ഡിഫെൻസീവായിട്ടും കുറച്ചും കൂടെ കളിക്കാം അവർക്ക്. ചില സമയത്ത് വിക്കറ്റ്സ് പോകുമ്പോൾ ഒന്ന് ഹോൾഡ് ചെയ്ത് കളിക്കാം. അത് അവർ നോക്കുന്നില്ല. മാക്സിമം വരുന്നവരൊക്കെ അടിച്ച് കളിക്കാൻ നോക്കുമ്പോഴാണ് വിക്കറ്റ്സ് പോകുന്നത്. അതാണ് അവിടെ ഒരു പ്രശ്നം. പിന്നെ ബോളിംഗ് ആണെങ്കിലും സപ്പോർട്ട് ചെയ്യണില്ല സൺറൈസേഴ്സിന്. അത്ര നല്ല ബോളിംഗ് ലൈനപ്പ് ഉണ്ടായിട്ടും അതാണ് പ്രശ്നം. ചെന്നൈക്ക് ബോളിംഗ് ലൈനപ്പ് ഉണ്ട്. പക്ഷേ നമ്മള് IPL മുന്നേ ഇരുന്നപ്പോ അന്ന് പറഞ്ഞായിരുന്നല്ലോ ചെന്നൈന്റെ ബോളിംഗ് ലൈനപ്പ് ഇത്ര അടിപൊളിയാണ്. ചെന്നൈ ശരിക്കും നോക്കുമ്പോ ടീം ഫുൾ സ്ക്വാഡ് എല്ലാം അടിപൊളിയാ. എല്ലാരും നല്ല ടോപ്പ് റാങ്ക് പ്ലേയേഴ്സ് ആണ്. കഴിഞ്ഞിട്ട് ODIയിലെ ബെസ്റ്റ് പ്ലെയർ രച്ചിനായിരുന്നു. ഞാൻ പറയട്ടെ, നല്ല ഫോമിലുള്ളവരൊക്കെ തന്നെ നിൽക്കുന്നത്. മറ്റേ വേൾഡ് കപ്പ് നേഷനു വേണ്ടി കളിക്കുന്ന സമയത്ത് ജഡേജ ആണെങ്കിലും എല്ലാരും നല്ല ഫോമിൽ തന്നെ നിൽക്കുന്നത്. IPL വന്നിട്ട് എന്താണ് പറ്റിയതെന്ന് വെച്ചാല് ദുബൈക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. നമ്മളിപ്പോ അംഗീകരിക്കേണ്ടത് അംഗീകരിക്കണം. കാരണം ഇപ്പൊ ചെന്നൈ വളരെ മോശം കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ചെന്നൈ ഫാൻസ് തന്നെ ചെന്നൈനെ സപ്പോർട്ട് ചെയ്യുന്ന യഥാർത്ഥ ഫാൻസ് പറയുന്നുണ്ട്, ഗോട്ടെന്ന് സവിശേഷിപ്പിക്കപ്പെടുന്ന ചില കളിക്കാർ ടീമിൽ നിന്ന് മാറിയാലും ടീം രക്ഷപ്പെടുള്ളൂ. അല്ല അതിലേക്ക് നമ്മളിപ്പോ കളിക്കേണ്ട ആവശ്യമില്ല. കാരണം ധോണി ഒരാള് കാരണമല്ല ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത്.
ധോണി ഇപ്പൊ ആ 6th അല്ലെങ്കിൽ 5th അല്ലെങ്കിൽ ഇറങ്ങണെന്ന് വെച്ചോ, അതുവരെയുള്ളവരെ പെർഫോം ചെയ്യണ്ടേ? പവർ പ്ലേയിൽ എന്തെങ്കിലും പെർഫോം ചെയ്യാണ്ട് അല്ല ടെയിലന്റ് എല്ലാം ഫിനിഷ് ചെയ്യണം നോക്കുകയാണെങ്കിൽ ഫാൻസ് വാനോളം പുകഴ്ത്തി പറയുന്നത് എന്താണ്, ചെന്നൈ ഒരു ബെസ്റ്റ് ഫിനിഷർ ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ലാസ്റ്റ് മാച്ച് 2020 30 റൺ എത്ര 26 ബോൾ ചെയ്യുന്നു. ബെസ്റ്റ് ഫിനിഷർ, ഗ്രേറ്റസ്റ്റ് ഫിനിഷർ. 26 റൺ എന്ന് പറയുമ്പോൾ അതിന്റെ അപ്പുറം വിജയ് ശങ്കർ ഉണ്ടായി 54 ബോളിൽ 67 റൺ എടുത്തോണ്ട്, അതൊന്നും പറയണില്ല. പക്ഷെ കളി എന്തായാലും വിജയ് ശങ്കർ ഒരിക്കലും ബെസ്റ്റ് പ്ലെയർ ആണെന്ന് ഇവിടെ ആരും പറയണില്ല. 44 വയസ്സുകാരനെയാണ് നിങ്ങൾ കമ്പയർ ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ മനസ്സിലാക്കണില്ല. ഞങ്ങളിപ്പോ പറയണ്ട ഞങ്ങള് പറഞ്ഞൊരു കാര്യമുണ്ട്, ധോണി ലാസ്റ്റ് 1-2 ഓവർ കളിക്കാൻ വേണ്ടിട്ടാണ്, അല്ലാതെ എന്റെ IPL 150 റൺസ്. ശരിക്കും ഈ ചെന്നൈ ടീമിലെ ഇമ്പോസ്റ്റർ എന്ന് പറയുന്നത് ആരാ? ധോണിയല്ലേ. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ MI എടുത്തോ, MI എടുത്തു കഴിഞ്ഞാൽ രോഹിത് ശർമ്മ ഫിറ്റ് അല്ല, അവര് മാറ്റി നിർത്തിയില്ലേ. അതേസമയം ഇറക്കണയില്ലേ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഇറക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ അല്ലേ. CSK അണ്ടർ പെർഫോം ചെയ്യുന്നവരെ മൊത്തം മാറ്റണം എന്ന് പറഞ്ഞാൽ ടീമേ ഉണ്ടാവില്ല. ആര് പെർഫോം ചെയ്തു? CSK ഇപ്പൊ എല്ലാവരും അണ്ടർ പെർഫോമിംഗ് ആണ്. ആ നൂർ അഹമ്മദിനെ പറയാ, ഖലീലിനെ പറയാ, ബാക്കി 9 ആൾക്കാരും അണ്ടർ പെർഫോമിംഗ് ആണ്. ഇപ്പൊ ക്യാപ്റ്റൻ ഗൈക്വാദ് അവന്റെ ബാറ്റിംഗിൽ ഒരു പ്രകടനവും വന്നിട്ടില്ല. ഒരു കാര്യം പറയട്ടെ, ഒരു 2-3 കളിയിൽ അതിന് ഓപ്പൺ ആക്കി നോക്കി, എന്തെങ്കിലും ചെയ്തോ? ഒന്നും ചെയ്തില്ല. ഇപ്പൊ കോൺവേ തിരിച്ചു വന്നു. അല്ല അത് പറഞ്ഞ അത് ട്രോളൊന്നും ഉണ്ടായിരുന്നില്ലേ? അവൻ ഷെയ്ക്കേണ്ട എത്ര റൺസെങ്കിലും എടുത്തിട്ട് കാര്യമില്ല. അത് 2 റൺസ് എടുക്കും 30 പ്രാവശ്യം ഷെയ്ക്കുന്നുണ്ട്. ബേസ് എന്ന് പറഞ്ഞാൽ ആ പവർ പ്ലേയിൽ അത് അടിക്കുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആദ്യത്തെ 6 ഓവർ കളിക്കുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും മെജോറിറ്റി ഓഫ് ദി ഗെയിംസ്. സുരേഷ് റെയ്ന ഉള്ള സമയത്ത് ചെന്നൈ 150 റൺസ് ചേസ് ചെയ്ത പോലെ സുരേഷ് റെയ്ന റിട്ടയർ ആയതിനു ശേഷം ഒരു തവണ പോലും 180 സ്കോർ എബവ് ചെന്നൈ ചേസ് ചെയ്തിട്ടില്ല. അപ്പൊ ചെന്നൈയുടെ ഗ്രേറ്റസ്റ്റ് പ്ലെയർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുരേഷ് റെയ്നയാണ്, അല്ലാണ്ട് അതുപോലും ധോണിയല്ല. നീ അങ്ങാടേക്ക് പോകേണ്ട ആവശ്യമില്ല. അത് നീ ഒരാളുടെ നീ അഭിപ്രായം കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ നീ പറഞ്ഞു നിർത്തിയതല്ലേ. മിസ്റ്റർ IPL എന്ന് പറഞ്ഞാൽ മിസ്റ്റർ IPL എന്നുള്ള ടാഗ് ലൈൻ ആർക്കാ? ഞങ്ങളെ ചിന്നത്തല, ഞങ്ങൾക്ക് തല അവിടെ ഉണ്ട്. തല അവ ചിന്നത്തല എന്ന് പറഞ്ഞതാണ്. അവ ആ ലെവലിൽ വെക്കാൻ പറ്റിയ കളിക്കാരൻ. മിസ്റ്റർ IPL എന്ന് പറഞ്ഞാൽ പോലും അത് ഈ പറഞ്ഞതുപോലെ ധോണിയാന്ന് പറഞ്ഞിട്ടുണ്ടോ? ആരും പറഞ്ഞിട്ടില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ മിസ്റ്റർ IPL അല്ല, മിസ്റ്റർ ക്രിക്കറ്റ് അല്ല, ഒന്നുമല്ല, എന്നാ പോലും കോട്ടാണെന്ന് പറയുന്നുണ്ട്. അത് പോട്ടെ, അത് അതിന്റെ നമ്മളൊരു റീൽസ് ഒന്നും വന്നിട്ടില്ല. അത് വരട്ടെ. അത് അപ്പൊ നിന്റെ വായ അടഞ്ഞു അവിടെ അടഞ്ഞു പോയിക്കോളും. അത് പിന്നെ കാര്യമില്ല. നിന്റെ ലെജൻഡറി ക്യാപ്റ്റൻ പാറ്റ് കമിൻസ് ഇപ്പൊ എന്ത് ചെയ്ത ഞങ്ങളതിനും പരിതാപകരമുള്ള. ഞാനൊരിക്കലും കമ്മിൻസ് കോട്ടാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അവിടെ റിക്കി പോണ്ടിങ്ങിന് ശേഷം ഓസ്ട്രേലിയ കണ്ടൊരു നല്ല ക്യാപ്റ്റൻ പറയുന്നത്, അല്ലാണ്ട് ഗോഡ് ക്യാപ്റ്റൻ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നിന്റെ ടീമിന്റെ അവസ്ഥ എന്താന്ന് വെച്ചാൽ എന്റെ ടീം എന്ന് പറഞ്ഞാൽ ഞാനൊരിക്കലും ഒരു ഹാർഡ് കോർ SRH ഫാനാണ്. ഡിസ്കസ് ചെയ്യാം. SRH ആണല്ലോ ഏറ്റവും ലാസ്റ്റ് എല്ലാവർക്കും അറിയാം. നിങ്ങൾ കമന്റ് ബോക്സിൽ പറ എന്താണ് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായം. ചെന്നൈ വളരെ മോശം കളിയാണ്, അത് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. പിന്നെ അത് അതിനൊറ്റ കാരണമുള്ളൂ ധോണിയാന്ന് പറയുന്നത്. ചെന്നൈ ലാസ്റ്റ് ഇതും കൂടെ പറയാൻ നിർത്തും, ചെന്നൈ ഫാൻസ് ആണ് കൂടുതൽ കളിച്ചോണ്ടിരിക്കുന്നത് കമന്റ് ബോക്സിൽ. അത് ശരിയാണ്, കാരണം നമ്മളെന്താണ് അവര് ഡൈ ഹാർഡ് ഫാൻസ് ഉള്ള ഒരു ടീമാണ്, കോർ ഫാൻസ് ഉള്ള ടീമാണ്. അപ്പൊ എന്തായാലും ആ റൈവലറി അവിടെ ഉണ്ടാവും. RCB ചെന്നൈ ഒക്കെ എന്തായാലും ആർച്ച് റൈവലറി ആണല്ല, അതുകൊണ്ട് നമുക്ക് പറ്റില്ല. അത് മുംബൈ നമുക്കിപ്പോ ഇതേപോലെ അണ്ടർ പെർഫോമിംഗ് ആണ്. ഫസ്റ്റ് കളി ഇഷാങ്കിഷ് സെഞ്ചുറി അടിച്ചപ്പോ നമ്മൾ പറഞ്ഞു BCCIനെ നമ്മൾ അവൻ തിരിച്ച് മറുപടി പറയണം, ബാറ്റും കൊണ്ട് പറയണം, അങ്ങനെ പറയണം. നമ്മള് ഇഷാങ്കിഷിന്റെ കേസ് പറയുമ്പോഴും മോസ്റ്റ് ഫോമും മോസ്റ്റ് കൺസിസ്റ്റന്റ് ആയിട്ട് എടുക്കണ വേറൊരു പ്ലെയറും കൂടി ഉണ്ട്. ആ പ്ലെയർ 2 മാച്ചസ് ആയിട്ട് ഭയങ്കര ഡൗൺഫോൾ ആണ്. അല്ല അയ്യർ വെറും 2 കളിയല്ലേ, പക്ഷേ അയ്യർ അവിടെ സ്റ്റാർട്ടും അയ്യറിന്റെ ഇന്റന്റും അവിടെ ക്ലിയർ ആണ്. ശ്രേയസ് അയ്യർ ഓക്കെ. ഈ ഇഷാങ്കിഷൻ ഇപ്പൊ 2-3 മാച്ചായിട്ട് അവൻ എന്താ ചെയ്യേണ്ടതെന്ന് അവൻ അറിയാത്തൊരു രീതിയിലാണ് അവന്റെ ഒരു പോക്ക്. അത് 16 ബോളിലാണ്. പക്ഷേ അതിലും കഷ്ടം ഋഷഭ് പന്തല്ലേ. നമുക്ക് അതിലേക്ക് നമ്മൾ വരേണ്ട ആവശ്യമുണ്ട്. കാരണം ഫ്ലോപ്പ് ഓഫ് ദി സീസൺ സോഫാർ എന്ന് ചോദിച്ചാൽ ഒറ്റ പേരെ പറയാൻ പറ്റുള്ളൂ. കാരണം വെങ്കടേഷ് അയ്യർ ഇപ്പൊ 2 മാച്ചായി ആദ്യമൊക്കെ എനിക്ക് എന്താ LSG ടീമിനോടുള്ള ഒരു ഇതുണ്ട്, അതായത് ആ ഓണറിന്റെ ഉള്ള ഒരു കഴിപ്പ്, ആ പുള്ളിയുടെ ഒരു റിയാക്ഷൻ അതൊക്കെ വെച്ചിട്ട് അങ്ങനെ തന്നെ വേണം
ഈ സീസണും തിരിച്ച് പണി കിട്ടി എന്നുള്ളൊരു തോന്നൽ ഋഷഭ് പന്തിന്റെ കളിയിലൂടെ തോന്നി. പക്ഷെ ഇപ്പൊക്കെ ഋഷഭ് പന്ത് 2-നൊക്കെ ഔട്ട് ആകുമ്പോഴത്തേക്ക് ഒരു വിഷമം അപ്പോൾ നടന്നു വളരാം. അവരുടെ നമ്മുടെ ടോപ്പിലുള്ള 2 ഓറഞ്ച് ക്യാപ്പ് ഓണേഴ്സും LSG അവരുടെ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻ അത്രയും ഫോമിലാണ്, അത്രയും കളി അവരാണ് അവിടെ നയിച്ചു കൊണ്ടുപോകുന്നത്. അത് നമ്മള് നിക്കോളസ് പൂറനെ നമ്മൾ എടുത്തു പറയണം. അവര് ഇന്ന് കളിച്ച കളിയും എന്താ എഡ്ജിന്റെ ബോളും ഒരു പക്ഷെ ബോളിംഗ് ലൈനപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഓൺ പേപ്പർ ഏറ്റവും വീക്ക് ലൈനപ്പ് ചിലപ്പോ LSG ഇരിക്കും. പക്ഷെ എന്നാ പോലെ അവരുടെ ബാറ്റിംഗിന്റെ ആ ഒരു പവർ ബാക്കില് കാരണം ഓൺ പേപ്പറിൽ നമ്മൾ എഴുതി തള്ളാൻ പറ്റുന്ന കളിക്കാരൊന്നും അല്ല, അവരുടെ ഫോം ഡിപ്പെൻഡന്റ് അതല്ല ബോളിംഗ് മാത്രം ഞാൻ പറഞ്ഞു. ബോളിംഗിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ വലിയ പേരില്ല, അതാണ് അവരുടെ പ്രശ്നം. അതാണ് ഒരു ലീഡ് ബോളർ ഓൺ പേപ്പർ വലിയ ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല എന്നല്ലേ ഇപ്പൊ ഈ ഏറ്റവും ലാസ്റ്റ് എടുക്കുന്നവരൊക്കെ പറയുന്നേ അല്ലേ? അതൊരു കാര്യമാണ്. അല്ല നമ്മള് IPL മുന്നേ ഡിസ്കസ് ചെയ്തപ്പോ എന്തൊക്കെയായിരുന്നു ഓൺ പേപ്പർ. ഇപ്പൊ ഈ പറഞ്ഞ ചെന്നൈ ഓൺ പേപ്പർ ടീം നോക്കിക്കഴിഞ്ഞാൽ നല്ല ടീമാണെന്ന് പറയും. പക്ഷെ അതല്ല പറയണം. ഇന്നലത്തെ ടീം എന്തായിരുന്നു? ബോൾട്ട്, ബുംറ എല്ലാരും ഉണ്ടായിരുന്നു. ഒരു കാര്യം പറയട്ടെ, MIക്ക് ലെക്കിന്റെ കുറവുള്ള പോലെ പക്ഷെ എല്ലാരും പെർഫോം ചെയ്തു ഇന്നലത്തെ ഒരു കളിയില്. കളി നല്ല ടൈറ്റ് മത്സരം. ലഗ്നുമായിട്ടുള്ള കളി 12 റൺസിന് തോറ്റി. ഇന്നലത്തെ കളി ഞാൻ പറയുന്നത് മിഡിൽ ലാസ്റ്റ് ഒരു 6 ഓവർ മറ്റേ പവർ പ്ലേ കഴിഞ്ഞിട്ടുള്ള കുറച്ച് ഓവേഴ്സില് മുംബൈ കുറച്ച് സൂര്യകുമാറും ഗിൽ ജാക്സും കൂടി കോമ്പിനേഷൻ ഒരു 2 ഓവർ കൂടെ പോയിരുന്നെങ്കിൽ കളി സിമ്പിൾ ആയിട്ട് കയ്യിൽ. തിലക് കേസ് പറയുമ്പോ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ കളി അടിക്കാത്തോണ്ട് റിട്ടയർഡ് ഔട്ടാക്കി അത്രയും നാണക്കെടുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നാ അതേസമയം ബാറ്റ് കൊണ്ട് തന്നെ മറുപടി കൊടുത്തു ഈ കളി. ഓർഡറിൽ പോവും SRH ഫസ്റ്റ്. SRHന്റെ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ SRHന്റെ കൂട്ടിച്ചേർക്കാൻ എന്തെങ്കിലും ഉണ്ടോ? SRHന്റെ കൂട്ടിച്ചേർക്കാനായിട്ട് പെർഫോം ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ആരാണ് പെർഫോം ചെയ്യുന്ന ഒരു കളിക്കാരന്റെ പേര് പറഞ്ഞേ? അഭിഷേക് ശർമ്മ കളിക്കുന്നില്ലേ? എപ്പോ ഏത് കളി കളിച്ചാ? ഇവിടെ കളി കണ്ടിട്ടില്ല. അഭിഷേക് ശർമ്മ പക്ഷെ ക്ലാസൻ ഒരു 30 റൺസ് എല്ലാ കളിയും അവിടെ അങ്കിത് വർമ്മ, അനികേത് വർമ്മ, അങ്ങനെ അങ്ങനെയുള്ള പേര്. ആ ചെക്കൻ കളിക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഇപ്പൊ ബോളിങ്ങിൽ ഒന്നാ പാറ്റ് കമിൻസ് അടിമേടിച്ചോണ്ടിരിക്കണാണ്, ഷമി അടിമേടിച്ചോണ്ടിരിക്കണാണ്. ഈ പറഞ്ഞ സ്പിന്നർമാര് ആരും ഹെൽപ്പ് ചെയ്യുന്നില്ല. ഹെഡ് എന്താന്നറിയില്ല, നീല ജേഴ്സി കാണാത്തോണ്ടാണെന്ന് അറിയില്ല, ഇപ്പൊ സൈലന്റ് ആണ്. അല്ല ഹെഡിന്റെ മൈൻഡ് സെറ്റ് അതാണല്ലോ, 2 ബോൾ കളിക്കുക, 2 4 അടിക്കുക, 3ാമത്തെ ബോൾ അടിക്കാൻ നോക്കുക, ഔട്ടാവുക, ഔട്ടായ ഔട്ട്, അല്ലെങ്കിൽ അല്ല നമുക്കതാണ്. ഇപ്പൊ ലാസ്റ്റ് ഡേ ഉള്ള ഒരു കൊൽക്കട്ടയുള്ള മാച്ചിന് മുമ്പുള്ള ഒരു വീഡിയോ ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച് അവര് ഒന്നും കൂടി മെന്റാലിറ്റി സെറ്റ് ആക്കിയിട്ടുണ്ടാവും, തിരിച്ചു വരും. പക്ഷെ ഇപ്പൊ ആ കളി തോറ്റിയപ്പോഴും SRH ഇപ്പോഴും ലാസ്റ്റ് ആണെങ്കിലും കംബാക്ക് എടുക്കുന്നൊരു വിശ്വാസമുണ്ട്. അവരുടെ സ്കോർ നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ 150 ബിലോ ഈ അടുത്തുള്ള അടിക്കാണ്ട് എല്ലാവരും ഔട്ടായിട്ട് അല്ല ഇവരാണ് പറഞ്ഞത് 300 ഈ സീസൺ 300 ഇപ്പൊ 150 കഷ്ടിച്ചിട്ടാണ് എത്തുന്നുള്ളൂ. അത് വേറെ കാര്യം. പക്ഷേ അപ്പോൾ 5 കളി കഴിഞ്ഞിട്ടുള്ളൂ. അല്ല അതെ മിഡിലേക്ക് എത്താൻ പോണുള്ളൂ. ഒന്നും ആയിട്ടില്ല, ജസ്റ്റ് തുടങ്ങി 2-3 റൗണ്ട്സ്. കഴിഞ്ഞ സീസൺ നോക്കുകയാണെങ്കിൽ RCBയുടെ അവസ്ഥ ഇതായിരുന്നല്ലോ. ഈ 6 കളിയിൽ നിന്ന് 1 കളിയിൽ നല്ല ഡൗൺ ആയിരുന്നു. പിന്നെ കാരണം രോഹിത് ശർമ്മ ഓർമ്മയില്ലേ ഫസ്റ്റ് കളി മൊത്തം കിടക്കിടക്കായി ലാസ്റ്റ് അടിച്ചത്. കംബാക്ക് പറയാം, പക്ഷെ ടോപ്പിലുള്ള ടീംസ് എനിക്ക് അത്യാവശ്യം സെറ്റ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ടാണ് കളിക്കുന്നത്. പക്ഷെ അത് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം കഴിഞ്ഞ സീസൺ നോക്കുകയാണെങ്കിൽ രാജസ്ഥാൻ 6 കളിയിൽ ജയിച്ചു. അത് വീണ്ടും എല്ലാ ഒരു കളി മാത്രമേ ജയിച്ചുള്ളൂ അതിന്റെ ഇടയ്ക്ക്. പക്ഷെ അവര് അന്നാലും ടേബിൾ ടോപ്പേഴ്സ് തന്നെ ആയിരുന്നു. അപ്പോ പറയാൻ പറ്റില്ല എല്ലാം. നമ്മളിപ്പോ ഏതൊക്കെ ടീം പറഞ്ഞു? നമ്മളിപ്പോ ഹൈദരാബാദ് പറഞ്ഞു, ചെന്നൈ പറഞ്ഞു, മുംബൈ പറഞ്ഞു. അല്ല ഇപ്പൊ ഈ പറഞ്ഞ പോലെ മറ്റേ ടേബിൾ വൈസ് താഴേന്ന് ചെന്നൈ പറഞ്ഞു. അവര് മുംബൈ പറഞ്ഞില്ലേ ഇപ്പൊ നമ്മള്? ചെന്നൈ അല്ല ഈ പറഞ്ഞ പോലെ ഗൈക്വാഡ്, ഈ പറഞ്ഞ പോലെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ ഗൈക്വാഡിന് അത്ര വേസ്റ്റ് ആയിട്ടാണ് ആരും പെർഫോം ചെയ്യുന്നില്ല. ഗെയ്ക്വാഡ് ഞാൻ പറയട്ടെ, ഗെയ്ക്വാഡ് കുറച്ച് അണ്ടർ പെർഫോംഡ് അണ്ടർ എന്താ പറയാ ഒരു ക്യാപ്റ്റൻസി കൊടുക്കുന്നുണ്ടോന്ന് ചോദിച്ചാൽ ഡൗട്ട് അല്ലേ.
ഒരു സപ്പോർട്ട്. എനിക്ക് ഗൈക്വാഡ് ഓപ്പണിംഗ് കയറണമെന്നാണ് എന്റെ ആഗ്രഹം. അത് അവർ ചെയ്യണില്ല. അതുകൊണ്ട് എനിക്ക് സെക്കൻഡ് മാച്ച് തോറ്റ സമയത്ത് RCB ആയിട്ട് തോറ്റ സമയത്ത് 50 റൺസിൽ തോറ്റതൊന്നും ഒരു തോൽവിയല്ലാന്ന്. ചെറിയ തോൽവിയാണ്. ചെറിയ അത് പുള്ളി 2020 ആണെന്ന് മനസ്സിലാക്കണം. 50 റൺസിന്റെ മാർജിൻ എന്നൊക്കെ വെച്ചാൽ ഭയങ്കര വലിയ മാർജിൻ തന്നെയാണ്. അത് നമ്മുടെ റൺ റേറ്റിന് എന്തോരം ബാധിക്കും എന്നുള്ളത് നമുക്കറിയാം. അല്ല, പുള്ളി മോട്ടിവേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചായിരിക്കും. വേറെ അത് തിരിച്ച രീതിയിലായി പോയെന്ന് മാത്രമേ ഉള്ളൂ. ആൾക്കാരെടുത്തത് ആ ഒരു രീതിക്കായി പോയി. കാരണം ഇത് ഇൻട്രസ്റ്റ് ഒന്നും അല്ല. 50 റൺസ് ഈസ് നോട്ട് എ ബിഗ് തോൽവി എന്ന് പറയാം. ഈ സീസണിലെ വിക്കറ്റ്സ് കയ്യിൽ ഇരുന്നിട്ടും മോശമായിട്ട് പെർഫോം ചെയ്യുന്ന ടീം ചെന്നൈ മാത്രം. ചെന്നൈ ഇപ്പോഴും എന്താ പറയാ, ചെന്നൈ എന്തെങ്കിലും ഒരു ഇന്ത്യൻ കളിക്കണ്ടേ? കളിക്കാരെ ഒരു ഒരു 10 ഓവർ കഴിയുമ്പോൾ ചെന്നൈ കളിക്കുന്നത് കണ്ടാല് കളി പോയി എങ്ങനെയും ഫിനിഷ് ചെയ്യാൻ. എന്താ പറയാ, ചെന്നൈ ഇപ്പോഴും വർഷങ്ങളായിട്ടുള്ള അവരുടെ ഒരു ഫോർമുല ഉണ്ട്. ഓരോ ടീമിനും ഓരോ ഫോർമുല ഉണ്ടാവും. ചെന്നൈ ഇപ്പോഴും അത് കീപ്പപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ്. ചെന്നൈക്ക് അഡാപ്റ്റ് ചെയ്യാനോ മാറ്റാനോ താല്പര്യമില്ല. അല്ല, ചെന്നൈ ഇത്രയും സക്സസ്ഫുൾ ആയത് ആ ഫോർമുല ഉപയോഗിച്ചിട്ടാണ്. ആണ്, പക്ഷേ കാലം മാറുന്നതിനനുസരിച്ച് മാറണമല്ല. 4 മാച്ച് കഴിഞ്ഞപ്പോ തന്നെ നമ്മൾ അതെടുത്ത് മാറ്റണം എന്ന് പറയുന്നത് ശരിയല്ല. പക്ഷെ അവിടുത്തെ പ്ലേയേഴ്സിൽ ഒരു പക്ഷേ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എല്ലാ കൊല്ലവും ചെന്നൈക്ക് എപ്പോഴും ഉണ്ടായ ഒരു സക്സസ് മൈൻഡ്, മേജർ സക്സസ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ കീ പ്ലേയേഴ്സ്, കീ ഓവർസീസ് പ്ലേയേഴ്സ് ചെന്നൈക്ക് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. മൈക്കൽ ഹസി ആയിക്കോട്ടെ, വാട്സൺ ആയിക്കോട്ടെ, ദ്വൈൻ ബ്രാവോ ആയിക്കോട്ടെ, മൊറക്കൽ ആയിക്കോട്ടെ. പക്ഷെ അങ്ങനെ ഒരു കീ ഓവർസീസ് പ്ലെയർ. പക്ഷെ അന്നേരം ഈ കോൺവേക്ക് കഴിഞ്ഞ സീസണില് രഹാനെ മാത്രമേ മാറ്റുള്ളൂ. അന്ന് ഈ കോൺവേ നന്നായിട്ട് കളിക്കുമായിരുന്നു. രച്ചിനെ എങ്ങനെ അടിക്കുമായിരുന്നു? രച്ചിനെ നോട്ട് ചെയ്തത് ടീം മാറിയതിന്റെ അല്ല, രഹാനെ മാത്രമാണ് ഒരു മേജർ ലൈനപ്പിന് പോയിട്ടുള്ളത്. രഹാനെ കഴിഞ്ഞ വർഷം ഈ കളി ചെന്നൈയിൽ കളിച്ചിട്ടില്ല. ചെന്നൈയിൽ അവൻ സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മള് അണ്ടർ പെർഫോമിംഗ് ഒന്നും ആയിരുന്നില്ല, കുഴപ്പമില്ലാത്ത കളിച്ചിട്ടുണ്ടായി. പക്ഷെ അന്ന് നന്നായിട്ട് പെർഫോം ചെയ്തത് കോൺവേയും രച്ചിനൊക്കെ ആയിരുന്നു. അല്ല, ചെന്നൈ നമുക്ക് എല്ലാവർക്കും അറിയാം, ചെന്നൈയുടെ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻ കളിച്ചാലാണ് ശരിയാവുള്ളൂ. ഈ പറഞ്ഞ പോലെ അവര് 200+ ടാർഗറ്റ് വെച്ച് ഇറങ്ങുന്ന ടീമല്ല. അവർക്ക് എന്ന് വെച്ചാൽ അവര് ടാർഗറ്റ് അച്ചീവ് ചെയ്യുക, ഇത്ര റൺസ് ഇത്ര കാൽക്കുലേറ്റർ റിസ്ക് എടുത്ത് കളിക്കുക, ആ ഒരു രീതിയിലാണ് അവരുടെ ഗെയിം പ്ലേ. പക്ഷെ ഇപ്രാവശ്യം ഇവരെന്താ കളിക്കണമെന്ന് എനിക്കറിയാൻ പാടില്ല. ഇപ്പൊ ഒരു 3-4 കളിയായിട്ട് ആസ് എ ഫാൻ വെരി ഡിസപ്പോയിന്റിംഗ് ആണ് കണ്ടുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ. ഒരു ഇന്ത്യനും കാണിക്കുന്നില്ല. ജയിക്കാൻ വേണ്ടിയാണോ കളിക്കണത്, അല്ലെങ്കിൽ വെറുതെ കളിച്ച് വീട്ടിൽ പോകാൻ വേണ്ടി വരുന്നതാണോ എന്നുള്ളൊരു തോന്നലും ഒരു എക്സ്പ്രഷൻ ഇല്ല. ചെന്നൈയുടെ ഭാഗത്തുനിന്ന് മറ്റേ നല്ല പിള്ളേര്. പക്ഷെ ഒന്നുമില്ലെങ്കിൽ ഞങ്ങൾക്ക് ഫെയർ പ്ലേ ഉണ്ടാവും. അതിലെപ്പോഴും ഞാൻ പറയട്ടെ, തോറ്റാലും മറ്റേ ജഡേജ ധോണി കണ്ട മുഖത്തൊന്നും വ്യൂവർഷിപ്പിനാണ് മെയിൻ ആയിട്ട് അവർ കളിക്കുന്നത് എനിക്ക് തോന്നുന്നത്. എനിക്കങ്ങനെ ഈ വർഷത്തെ കളി കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നത്. ഒരു ഇന്ത്യൻറ്റോ ഒരു ഫയറോ എന്തായാലും ഈ സീസൺ കഴിയുമ്പോ തന്നെ ധോണി വിരമിക്കും എന്നുള്ള ഏകദേശം തീരുമാനം. ഈ സീസൺ ഫുള്ള് കളിക്കണേന്നാണ് എന്റെ പ്രാർത്ഥന. സീസൺ ഫുള്ള് കളിക്കണേന്നാണ് ധോണിക്ക് മനസ്സിലായി. ഇപ്പൊ ഈ പറഞ്ഞ പോലെ സത്യം പറഞ്ഞാൽ ലാസ്റ്റ് സീസണിൽ നിന്ന് വിരമിക്കുന്നതായിരുന്നു നല്ലത്. ഈ ഒരു ഹീറോ ആയിട്ടിരിക്കുന്ന സമയത്ത് ഹീറോ ആയിട്ട് തന്നെ നിർത്താം. ബാക്കിയുള്ളവരെ കൊണ്ട് വില്ലൻ എന്ന് പറയിപ്പിക്കരുത്. അപ്പൊ നമ്മൾ ഇത് കഴിഞ്ഞില്ലേ, ധോണിയുടെ സ്റ്റംപിങ് അതിനിപ്പോഴും ഒരു മാറ്റമില്ല. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഫിറ്റാണ്. ഏറ്റവും നല്ല കീപ്പർ ആരാന്ന് ചോദിച്ചാൽ ഈ സീസണിൽ ആരാന്ന് ചോദിച്ചാലും നമുക്ക് ഇപ്പം പറയാൻ പറ്റുന്ന ഒരു പേര് MS ധോണി തന്നെയാണ്. അതില് ചില മണ്ടന്മാരോട് ഇരുന്ന് തല ഇങ്ങനെ ആട്ടി കളിക്കുന്നല്ലാണ്ട് അതിൽ വേറെ കാര്യമൊന്നും ഇല്ല. അംഗീകരിക്കാൻ അറിയില്ല. കുറ്റവും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോഴും കുറക്കണ പട്ടികൾ കുറച്ചുകൊണ്ട്. അതെ അതെ അതെ, മുംബൈ ഇന്ത്യൻസ് അല്ലേ നമ്മളിപ്പോ ധോണി ഇപ്പൊ അണ്ടർ പെർഫോമിംഗ് ആണെന്ന് പറഞ്ഞു. അതേപോലെ നമ്മളെ ഏറ്റവും ഇന്ത്യയിൽ അടുത്ത ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള ഹിറ്റ്മാൻ മുംബൈ ആണല്ലോ സ്വാഭാവികമായിട്ടും. ഹിറ്റ്മാനിൽ തുടങ്ങാം. എന്താണ് പുള്ളി ഉദ്ദേശിക്കുന്നത്? ഹിറ്റ്മാൻ ആക്ച്വലി വെക്കേഷനിലാണ്. 16 കോടിയുണ്ട്. എനിക്ക് ഫീൽഡിൽ നിന്ന് ഇറങ്ങണ്ട, ബാറ്റ് ചെയ്യാൻ. മറ്റേ നമ്മൾ പണ്ട് ഗ്രൗണ്ടിൽ കളിക്കുന്ന സമയത്ത് നമുക്ക് ബോളർ ചെയ്യേണ്ട, ഫീൽഡ് ചെയ്യേണ്ട, ബാറ്റിംഗ് ഫസ്റ്റ് കിട്ടണം. ടോസ് കിട്ടിക്കഴിഞ്ഞാൽ എന്റെ ബാറ്റിങ്ങിന് ഞാൻ വീട്ടിൽ പോകും. ബാറ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 10 ബോൾ വരെ നിക്കണില്ല. അതല്ല ഏറ്റവും വലിയ വിഷയം. ഒരു 4-5 ബോൾ കളിക്കും, അതായത് തിരിച്ചു. ആക്ച്വലി എന്റെ അഭിപ്രായത്തിൽ രോഹിത് ശർമ്മ ഈ സീസൺ MI വിടണം നല്ലത്.
രോഹിത് ശർമ്മ രോഹിത് ശർമ്മ വിടൂല, രോഹിത് ശർമ്മ എംഐ വിടൂല നടപടി അല്ല. ക്യാപ്റ്റൻസി മാറ്റിയപ്പോ തന്നെ അവരുടെ ഏകദേശം 1 മില്യൺ ഫോളോവേഴ്സ് അങ്ങാണ്ട് പോയതാണ്. പിന്നെ ഇവരെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ പിന്നെ എംഐ ഇവരായിട്ട് പറഞ്ഞു വിടണ്ട, പുള്ളിക്കാരന് പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിടണമല്ലോ. സ്വയം തീരുമാനം എടുത്താൽ പോവാൻ ചാൻസ് കുറവാണ്. അവൻ മുംബൈക്കാരനാണ്, അവിടെ ജനിച്ചു വളർന്നാണ്. മുംബൈ ഇന്ത്യൻ ഫാൻസ് രോഹിത് ശർമ്മയെ തള്ളി പറയൂല. അന്ന് ഒരു കളിയില് ഇറക്കാനായിട്ട് എന്തൊക്കെ കോൺട്രവേഴ്സീസ് ആയിരുന്നു. ആ കളി തോറ്റ് പാണ്ഡ്യ കഷ്ടകാലത്തിന് തോറ്റും ചെയ്തു. ആ കളിയിൽ തിലക് വർമ്മ ഫുള്ള് ഡ്രാമ ആയി പോയി. അല്ല, തിലക് വർമ്മയുടെ നമ്മൾ പറയണം. കാരണം ജയവർദ്ധനയുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ ആസ് എ കോച്ച് എന്ന് വെച്ചാൽ അവൻ എന്താണ് കഴിക്കുന്നു പരിക്കുണ്ടെന്നാണ് ഇന്നലെ ഹാർദിക് പാണ്ഡ്യയുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് വന്നത്. പക്ഷെ അതൊരു ബാറ്റ്സ്മാനെ വളരെ താഴ്ത്ത് തട്ടില് അടിച്ചമർത്തുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം അത് ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം മിച്ചൽ കൊണ്ടിരുന്നതിന് പകരം അവിടെ കാരണം ഇപ്പൊ അതിന് ശേഷം ഇപ്പൊ ടീം ഡേവിഡാ പൊള്ളാടാ ബാക്കിൽ ഉണ്ടായിട്ട് ഇവൻ ഇങ്ങനെ ഇരുന്ന് കളിക്കുകയാണെങ്കിൽ ഓക്കെ. ഈ സാധനം നിക്കണതും തിലക് വർമ്മ നിക്കണയാണോ നല്ലത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 23 ബോൾസ് ഫേസ് ചെയ്തിട്ടുണ്ട്. ഒരു കണക്ഷൻ ഒരു പ്രോപ്പർ ഷോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവൻ തിരിച്ചു വരാറുണ്ട്. അതൊരു മിസ്റ്റേക്ക് ആയിരുന്നു. ആ ഒരു കളിയെ പറ്റി ചിലപ്പോ ജയിക്കില്ലായിരുന്നായിരിക്കും, പക്ഷെ എന്നാലും അത് ഒരു പ്ലെയറിന്റെ കോൺഫിഡൻസിന് വളരെ തിരിച്ചു പോണ കണ്ടാലറിയാം കയ്യിന് പരിക്കും. അല്ല, അത് എനിക്കൊന്ന് സൂര്യകുമാർ യാദവ് അതിന് നല്ല ഭയങ്കരമായിട്ട് കാരണം അതൊരു ബാറ്റ്സ്മാൻ യങ് ടാലന്റ് ആണ്. അവൻ എന്താണെന്ന് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 2020 ഇന്റർനാഷണൽ ആണെങ്കിലും മുംബൈ ഇന്ത്യൻസിന് വേണ്ടി കുറെ കളി കളിച്ചിട്ട് നല്ല കൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കുന്ന ഒരു കളിക്കാരൻ. ഒരു കളി കളിക്കണില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ലാണ്ട് അവനാ റിട്ടേൺ ഔട്ടാക്കി കളഞ്ഞേക്കുന്നത്. അല്ല, അതും ഒരു ബോളറിന് വേണ്ടി, അത് ബോളിംഗ് ഓൾറൗണ്ടർ ആണല്ലോ സാധ്യത അതിന് വേണ്ടിട്ട്. അതന്നെ. അല്ല, അതിന് നല്ല കോൺട്രവേഴ്സി വന്നായിരുന്നു. അതുകൊണ്ടാണ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഹാർദിക് പാണ്ഡ്യ ഇങ്ങനെ ഇറക്കിയത്. അത് പുള്ളിക്ക് കഴിക്കുന്ന ഒരു പരിക്കായിരുന്നു. പരിക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ മാറി. നാളും എംഐ ഫാൻസ് പറഞ്ഞോണ്ടിരുന്നത് ബുംറയില്ല എന്നാണ്. ഇന്നലെ ബുംറ വന്നപ്പോ തന്നെ കോഹ്ലി ഫസ്റ്റ് ബോളിൽ തന്നെ 6 അടിച്ച ഇതാക്കിയത് സ്വീകരിച്ചത്. അതെ, ഇന്നലത്തെ കളിയിലും ടോപ്പ് ബോളർ ആരാണ്? ബുംറ തന്നെയാണ്. ഏറ്റവും എക്കണോമിക്കലായിട്ട് വിക്കറ്റിനെക്കാളും ഇത് T20 ആണ്. 40 ഇപ്പം പാണ്ഡ്യ 4 ഓവറിൽ 40 റൺസ് മേടിച്ചോണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ബുംറ 20 റൺസ് മേടിച്ചിട്ടുള്ളൂ. അത് ഭയങ്കര ഒരു കാര്യമാണ്. വിക്കറ്റ് എടുക്കുന്നത് സെക്കൻഡ് പാർട്ട്. എക്കണോമിക്കലായിട്ട് ബോൾ ചെയ്യുന്നതാണ് IPL ഏറ്റവും വലിയ കാര്യം. അല്ല, ഇപ്പൊ മുംബൈക്ക് തിരിച്ചുവരവ് നടത്താനുള്ള ഒരു സ്റ്റെപ്പായിട്ടുള്ളൂ. കാരണം ഇപ്പൊ ബുംറ വന്നു, രോഹിത് ശർമ്മ ഫോമിലില്ല, സൂര്യകുമാർ യാദവ് ഒക്കെ കളിയാണ്. ഇവരൊക്കെ ഒരു അവരുടെ പ്രൈമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പാണ്ഡ്യ ഫോമിലാണ്. പാണ്ഡ്യ കഴിഞ്ഞ കളി 48, അതിന്റെ മുമ്പത്തെ കളി 5 വിക്കറ്റ്. പാണ്ഡ്യ നല്ല ഫോമിലാണ്. പക്ഷെ ക്രൂണാൾ ലാസ്റ്റ് ഓവറിൽ അതിനുള്ള തിരിച്ചു കൊടുത്തു. പക്ഷെ അത് ലാസ്റ്റ് ഓവറിൽ പിന്നെ എല്ലാരും അടിച്ച് കളിക്കുമ്പോൾ വിക്കറ്റ് ലാസ്റ്റ് ഓവറിൽ വന്ന ബാറ്റ്സ്മാൻസ് അത്ര അടിപൊളി ആൾക്കാരൊന്നുമല്ല. തൈലൻഡ് ആണ് കളിച്ചത്. ഈസി ആയിട്ട് എടുക്കാൻ പറ്റിയ വിക്കറ്റ്സ് ആണ് എടുത്തത്. അടിച്ചാലേ സ്കോർ കയറുള്ളൂ. ട്രൈ ചെയ്തു, അത് ഈസി ആയിട്ട് അവർ ബൗണ്ടറി ലൈനിലോട് പോയി പിടിച്ചു. പറഞ്ഞാലും വിക്കറ്റ്സ് തന്നെയാണ്. തോൽവി തോൽവിയും നമുക്ക് ക്രെഡിറ്റ് കൊടുക്കണം. കൃണാൽ പാണ്ഡ്യ ഒരു സ്പിന്നർ വന്നിട്ട് നമ്മൾ ഡിഫെൻഡ് ചെയ്യാന്ന് പറഞ്ഞാല് കൃണാൽ പാണ്ഡ്യക്ക് നമ്മൾ അതിന്റെ ക്രെഡിറ്റ് കൊടുക്കാം. കാരണം ഒബ്വിയസ്ലി മെയിൻ ബാറ്റ്സ്മാൻമാര് ഉണ്ടായിരുന്നില്ല, ബോളേഴ്സ് ആയിരുന്നു അല്ലെ ഓൾറൗണ്ടേഴ്സ് ആയിരുന്നു എന്ന് പറഞ്ഞാലും. പക്ഷെ അത് ചില്ലറ പ്രഷർ അല്ല മുംബൈയിൽ വന്നിട്ട്. കാരണം അത്രയും ഡ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും വിഘ്നേഷ് പുത്തൂറിനെ ഒരു 15 ഓവർ ആയപ്പോഴത്തേക്കും മാറ്റി. ഒരു ഓവറാ കൊടുക്കുന്നേ. കഴിഞ്ഞ 2 കളിയിലും ഞാൻ പറഞ്ഞിട്ട് അവൻ ഒരു ഓവറിലാണ് വിക്കറ്റ് എടുക്കുന്നത്. അത് സ്പിന്നിങ് പിച്ച് ആയിരുന്നില്ല. കാരണം നല്ല രീതിയിൽ അടി പോകുന്നുണ്ട്. കാരണം മെയിൻ ബോളേഴ്സ് മൊത്തം അടി പോയിക്കൊണ്ടിരിക്കണേണ്. പക്ഷെ ഇവന്റെ കോൺഫിഡൻസിന് ഒരു ഡൗൺ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം നല്ല രീതിയിൽ ചിന്തിക്കാൻ പറ്റും അങ്ങനെയാകുമ്പോ. പക്ഷെ ഇന്നലെ വിക്കറ്റ് എടുത്തായിരുന്നല്ലോ, ഒരു വിക്കറ്റ് എടുത്തായിരുന്നല്ലോ. അല്ല, അതന്നെ എല്ലാവർക്കും അങ്ങനെ തലകും വിലക്കും വണ്ടി ചെയ്യുന്നുണ്ട് ഇന്നലെ. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. എല്ലാവർക്കും കൊടുക്കാനുള്ള ഓവർ ഇല്ലല്ലോ. അതിന്റെ ഇടയിൽ ബുംറ തിരിച്ചു വന്നോണ്ട് ബുംറക്കും കൊടുക്കണല്ലോ 4 എണ്ണം. വാണ്ടി കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാവും. ഇന്നലത്തെ ചെണ്ട ഞാൻ നോക്കിയത് വെച്ച് ബോൾട്ടായിരുന്നു. അല്ല, ഫസ്റ്റ് ബോള് 4 അടിച്ച്, സെക്കൻഡ് ബോള് ഹീറോയിസും കാണിച്ച് വിക്കറ്റ് എടുത്ത്. പഠിക്കല് വന്ന് ഫസ്റ്റ് ബോൾ 4 അടിക്കുന്നു. പിന്നെ അടിയോടെ അടിയാണ്. ഞാൻ കണ്ട് തലക്കമ്പ അടിയാണ്. അല്ല, ചഹറും അത്യാവശ്യം റൺസ് ഇന്നലെ കൊടുത്തായിരുന്നു. പക്ഷെ ഇന്നലെ ബാറ്റിംഗ് പിച്ച് ആയിരുന്നു. ബാറ്റിംഗ് പിച്ച് ആയിരുന്നാലും പക്ഷെ ബോൾട്ടിന്റെ ഒരു ഇത് വെച്ചിട്ട് അങ്ങനെയാണ് ബുംറ എങ്ങനെയാണ് എക്കണോമി പിടിച്ചത്.
ബുംറ ഡിഫറെന്റ് പ്ലെയർ ആണല്ലോ. ഇവരെന്ന് വെച്ചാൽ ഇവന് സ്വിംഗ് ആണ്, ഫസ്റ്റ് ഓവർ 2 ഓവറാണ് ഇവന്റെ മെയിൻ. അതിൽ വിക്കറ്റ് എടുക്കുക എന്നുള്ളതാണ് ബോൾട്ടിനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബുംറയ്ക്ക് എവിടെ ബോളറിനാലും ബുംറ വേറെ ലെവല് കളിക്കാനാണ്. അതും ഫസ്റ്റ് മാച്ച് തന്നെ ഏറ്റവും ടൈറ്റ് മാച്ച് കിട്ടുകയും ചെയ്തു. RCB ടൈറ്റ് ആയിട്ട് MI കണ്ടു തുടങ്ങിയോ? RCB ഈ സീസണിൽ നമുക്ക് എന്തായാലും ടൈറ്റ് ആയിട്ട് കാണണം. എല്ലാരും തന്നെ കളിക്കുന്നുണ്ട്. ഇപ്പൊ ഒരാളിന്ന് കളിച്ചെങ്കിൽ അടുത്ത വരുന്ന ആള് കളിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ മുംബൈ പറഞ്ഞില്ലേ, നമുക്ക് അടുത്ത ടീമിനെ പിടിച്ചിട്ട് RCB എത്തുമ്പോ RCB അടുത്ത RR ഭയങ്കര ഡിസപ്പോയിന്റിംഗ് ആണെന്നൊക്കെ നമ്മള് കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ട് അതിനേലും ഡിസപ്പോയിന്റിംഗ് ആയിട്ട് കളിക്കുന്ന ടീമുകൾ ഇപ്പൊ വേറെ ഉണ്ട്. പക്ഷേ വ്യത്യാസം എന്ന് പറഞ്ഞാൽ സഞ്ജു ബാക്കാസ് ക്യാപ്റ്റൻ അതൊരു വലിയ ഡിഫറൻസ് ആണ് നടത്തിയേക്കണം. റിയാൻ പരാഗിന്റെ വിചാരം റിയാൻ പരാഗ് ഭയങ്കര സംഭവം ക്യാപ്റ്റൻസി ആയിരുന്നു എന്നായിരുന്നു. പക്ഷെ കറക്റ്റ് റിയാൻ പരാഗ് വരെയുള്ള കളികൾ തോറ്റു. ഒരു കളി റിയാൻ പരാഗ് ക്യാപ്റ്റൻ ആയി നിന്നപ്പോ അവര് ജയിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് സഞ്ജു ഈ ലാസ്റ്റ് കളി തൊട്ടാണല്ലോ കയറിയത്. അതപ്പോ മൊത്തം 4 കളി കളിച്ചു, അതില് 2 കളി തോറ്റു, 1 കളി റിയാൻ പരാഗ്. പിന്നെ ജോഫ്ര ആർച്ചർ തിരിച്ചു ഫോമിലോട്ട് വന്നത് രാജസ്ഥാന് ഭയങ്കര ഒരു ഇമ്പാക്ട് എക്സ്പെൻസീവ് ആയിട്ട് ഓരോ സ്പെല്ലറിനുണ്ട്. ജോഫ്ര ആർച്ചറിന്റെ തിരിച്ചൊരു ഭയങ്കര സീൻ കളിയായിരുന്നു. പിന്നെ നല്ല പേസ്, നല്ല പേസ്, നല്ല ലൈന്, നല്ല ലെങ്ത്, കൺട്രോൾ. IPL ചരിത്രത്തിൽ 70 റൺസ് വഴങ്ങിയ ഒരു ബാധിച്ചത് തോന്നുന്നുണ്ട്. ബോളിംഗ് ബാറ്റിംഗിന്റെ സമയത്ത് ഉറങ്ങണു, ബോളിംഗ് ഫസ്റ്റ് ബോൾ വിക്കറ്റാണ്, അതും ബ്യൂട്ടി, നല്ല ബ്യൂട്ടി. വെള്ളൊക്കെ പതിച്ച് ഉറങ്ങണു. ഓവറിൽ തന്നെ എടുക്കുകയും ചെയ്തു. എന്താ പറയാ, ഇപ്പൊ ടേബിളിന്റെ ഒരു താഴ്ഭാഗം നോക്കി കഴിഞ്ഞാൽ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയിട്ടാ കിടക്കണത്. അത് ഭയങ്കര മാറി മാറി. എനിക്ക് തോന്നുന്നു ഇനി ഒരു 3 കളി കഴിയുമ്പോഴത്തേക്ക് ഒന്നും കൂടി മാറി ഷിഫ്റ്റ് ആവും. കാരണം നമ്മൾ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ ഇരുന്നപ്പോ തിരിഞ്ഞായിരുന്നേ LSG ഒന്നും ടേബിൾ ടോപ്പിൽ വരുന്ന ആരും പറഞ്ഞില്ല. ഇപ്പൊ ഓൾറെഡി ടേബിൾ ഇല്ല, സൂപ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതിൽ 2 തെറ്റിപ്പോയി. ഒന്ന് ഹൈദരാബാദും പോയി, പിന്നെ മറ്റേതും പോയി, ചെന്നൈയും പോയി. അവര് ജയിക്കേണ്ട പല കളിയും ജസ്റ്റ് ചെറിയ മാർജിനിൽ പോകും. ഇന്നത്തെ കളി തന്നെ 4 റൺസിന് വെച്ചത് നല്ല ചേസ് ആയിരുന്നു. നല്ല ചേസ്. പക്ഷെ നല്ല ചേസ് ആയിരുന്നു പറഞ്ഞാൽ എന്താണ് ടീം മാനേജ്മെന്റ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷന് വേണ്ടി മെയിൻ കളിക്കാരനായ റസലിനെ 7ാമതും അത് കഴിഞ്ഞിട്ട് റിങ്കു സിംഗ് 8ാമതുമാണ് ഇറങ്ങിയത്. ഒരു 230 ചേസിൽ നമ്മള് റസലിനെ 7ാമതും റിങ്കുവിനെ 8ാമതും ഇറക്കി കഴിഞ്ഞാൽ കളിച്ചവരെ ആരും കളിച്ചൂല. അതാണ് ഇന്ന് പറ്റിയൊരു പ്രശ്നം. അല്ല, ഇപ്പൊ രഘുവൻഷി ഒന്നും കളിച്ചില്ല, രമൺദീപ് കളിച്ചില്ല. പക്ഷെ രഹാനെ എടുത്തു പറയണോ കേട്ടോ. രഹാനെ ആസ് എ ക്യാപ്റ്റൻ ആൻഡ് ആസ് എ ബാറ്റ്സ്മാൻ നല്ല പെർഫോമിംഗ് ആണ് ഈ സീസണിൽ ഇതുവരെ. സാധാരണ ഒരു ടെസ്റ്റ് പ്ലെയർ എന്താ പറയാ, ഈ സീസണിൽ മൊത്തത്തിൽ ഇപ്പോ ഏതൊരു ടീമും സെമി കയറണോ അല്ലെങ്കിൽ ടോപ്പ് 4 ഫിനിഷ് ചെയ്യണോ എന്ന് എന്താ പറയാ വിധി എഴുതി നമ്മുടെ ടീം ചിലപ്പോൾ കൊൽക്കട്ടയായിരിക്കും. ബാക്കിയുള്ള വരെ തോപ്പിക്കാൻ ഇതാക്കാൻ ഒരു വൈൽഡ് ഫാക്ടർ ആയിട്ട് നിൽക്കാൻ പോണ വിശ്വസിക്കാൻ പറ്റൂല കൊൽക്കട്ടന്. ടോപ്പ് 4 എന്ന് പറയാൻ പറ്റില്ല, ടോപ്പ് 6 ആയിരിക്കും കോമ്പറ്റീഷൻ. ഇതിൽ ഒരാൾ തോറ്റു കഴിഞ്ഞാൽ അടുത്ത ആള് കയറി വരാനുള്ള രീതിയിലുള്ള ഒരു ടേബിൾ ആയിരിക്കും ഇനി പോകുമ്പോ നമുക്ക് കാണാൻ പറ്റുന്നത്. മുംബൈ, ചെന്നൈ, സൺറൈസേഴ്സ് ഈ 3 ടീമുകളിൽ ഏതെങ്കിലും ഒരു ടീമൊക്കെ മേലിൽ കയറും. എല്ലാ ആ 3 ടീമിൽ ഒന്നേ പ്രതീക്ഷിക്കാവൂ. അതും ചാൻസ് കുറവാണ്. അല്ല, അതത്രേ ഉള്ളൂ. കാരണം 3 പേർക്കും അവിടെ ചാൻസ് എന്തായാലും ഇല്ല. കാരണം ഇപ്പൊ പറഞ്ഞ പോലെ ഇപ്പൊ ഡൽഹിയുടെ ഇപ്പോഴത്തെ ഒരു പെർഫോമൻസ് ഒക്കെ അനുസരിച്ച് അവിടെ നിന്ന് അവരെ കൊണ്ട് തോന്നണില്ല. പക്ഷെ ഒന്നും പറയാറില്ല. കഴിഞ്ഞ സീസണിൽ 3 കളി 3-4 കളി കഴിഞ്ഞിട്ടുള്ളൂ. നമ്മളൊരു 7-8 കളി കഴിയുമ്പോ ഏകദേശം പകുതി ക്ലിയർ ആവും. ഇപ്പൊ ഈ ബാക്ക് ടു ബാക്ക് 4 ലോസ് ആണ് നമ്മുടെ ചെന്നൈക്കും മുംബൈക്കും ഒക്കെ ഉള്ളത്. അതേപോലെ തന്നെ SRH അപ്പൊ 4 തോൽവിയുണ്ട്. അതേപോലെ തന്നെ ടോപ്പിൽ നിൽക്കുന്നത് 4 കളി തോറ്റാലും മറ്റേ പ്രീമിയർ ലീഗ് ടേബിൾ പോലെ ഉണ്ടാ, ഒരു പോയിന്റ് വ്യത്യാസത്തിൽ ഭയങ്കര 2-4 ആ 4 തന്നെ എത്ര പേര് കഴിഞ്ഞ ദിവസം കിടന്നത്. നീ പ്രീമിയർ ലീഗ് കാണാറില്ല അല്ലേ? അതെ, അല്ല ഞാനിപ്പോ നമ്മുടെ ടൈറ്റ് പ്രീമിയർ ലീഗ് വരുമ്പോ ടൈറ്റ് പ്രീമിയർ ലീഗ് വന്നിട്ട് വർഷങ്ങളായി. അങ്ങനെ 1 പോയിന്റ് 2 പോയിന്റ് ഡിഫറൻസ് വന്നിട്ട് നീ ലാ ലീഗ എന്ന് പറയാം, പ്രീമിയർ ലീഗ് എന്ന് പറയാം. ലാ ലീഗ ഇപ്പൊ നിങ്ങൾ അത് വേണ്ട, അത് നമുക്ക് ഇതിൽ സംസാരിക്കണ്ട. LSG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിക്കോളസ് പൂറൻ അത്രേ ഉള്ളൂ. മിച്ചൽ മാർഷ് ഇന്ന് കളി ജയിക്കാനുള്ള റീസൺ ആയിട്ട് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് അറിയോ? ഇന്ന് പന്ത് ബാറ്റ് ചെയ്തില്ല.
ബാക്കി എല്ലാ കളിയിലും പന്ത് ബാറ്റ് ചെയ്തു അല്ല പക്ഷേ അതിൽ ഞാൻ പന്തിന് പേടിച്ചിട്ടാണ്. പേടിച്ചിട്ട് മാത്രമല്ല, കാരണം അവനറിയാം അവൻ ഫോമിലില്ലാന്ന് പറഞ്ഞാല് ആ അബ്ദുൾ സമദിനെ പോലത്തെ കളിക്കാരനൊക്കെയാണ് അവന് മുന്നേ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തത്. ആസ് എ ക്യാപ്റ്റൻ അവൻ പെർഫോം ചെയ്യുന്നുണ്ട്. ആസ് എ ബാറ്റ്സ്മാൻ ആസ് എ ക്യാപ്റ്റന് പകരം കോച്ച് പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് ആണെങ്കിലും ബാക്കിയുള്ളവർ അപ്ലിഫ്റ്റ് ചെയ്ത് ഞാൻ പറയട്ടെ ഡൗൺ 2 ഡൗൺ ഇറങ്ങിക്കൊണ്ടിരുന്ന പന്തിന് ഇപ്പൊ 6th കൊണ്ട് വെച്ചേക്കണേ. അല്ലല്ല 2 ഡൗൺ തന്നെയാണ് കളിക്കാറ്. ഇന്ന് കളിച്ചില്ലല്ലോ. ഇന്ന് ബാക്കി ഇറങ്ങിയല്ലോ. ഇന്നിപ്പോ എന്താന്ന് വെച്ചാലേ ഇന്ന് നല്ല കളിയായിരുന്നു. ഇന്ന് പവർ ഹിറ്റിംഗ് കളിയായിരുന്നു അവിടെ. പവർ ഹിറ്റിംഗ് ഗെയിം ആയിരുന്നു അവിടെ. അപ്പൊ മാക്സിമം റൺസ് എടുക്കണം. കഴിഞ്ഞാല് അബ്ദുൾ സമദ് നല്ല റൺസ് എടുത്തിട്ടുണ്ടായി. ഈ പറഞ്ഞ മില്ലർ എന്തായാലും ഇറക്കാണ്ടിരിക്കാൻ പറ്റില്ല. അതെന്നാ പറഞ്ഞ ലാസ്റ്റ് 3 ഗോളാ 4 ഗോള് കളിക്കാൻ 2 കളിയാണെങ്കിലും അവസാനത്തെ ഓവറിൽ നല്ല 6 ഒക്കെ അടിച്ച് സ്കോർ ചെയ്തിട്ടുണ്ട്. ആകെ നമ്മൾ കൺസിസ്റ്റന്റ് ആവുന്ന പറഞ്ഞൊരു പ്ലെയർ നിക്കോളസ് പൂരനായിരുന്നു. പുള്ളി അല്ല മിച്ചൽ മാർഷല്ല നമ്മൾ അവരുടെ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻ എന്ന് വെച്ചാൽ നല്ലോണം പെർഫോം ചെയ്യണം. ഈ സീസണിൽ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമിംഗ് ബാറ്റ്സ്മാൻസ് ഉള്ളത് ഇപ്പൊ നിലവിലുള്ളത് ഓൺ പേപ്പർ അല്ല പെർഫോം ചെയ്യുന്നവര് LSG തന്നെയാണ്. കാരണം മാർച്ചാണെങ്കിലും മാർച്ചാണെങ്കിലും ഇന്ന് നല്ല പാർട്ണർഷിപ്പ് കൊടുക്കണ്ടല്ല. ഇപ്പൊ ആരെങ്കിലും ഔട്ടായി പോയി കഴിഞ്ഞാൽ ഇവൻ വരും, നിക്ലസ് പൂറം വരും. പിന്നെ പുള്ളി അവിടെ കുറച്ചുകൂടി നല്ല കൺസിസ്റ്റൻസി ആയിട്ടാണ് ഇങ്ങനെ. എന്താ പറയാ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു ഇങ്ങനെയാണെങ്കിൽ. മറ്റേ മിച്ചൽ മാർച്ചുണ്ട് ഇവന്മാരാ സുദർശൻ റൺസ് അടിക്കും. പക്ഷെ ഇവരുടെ അത്ര ഇമ്പാക്ട് ഉണ്ടാവൂല. കാരണം പുള്ളി ഒരു ക്ലാസ് പ്ലെയർ ആണ്. എത്ര വരെ പോകുന്നു പറയാൻ പറ്റില്ല. മറ്റേ കഴിഞ്ഞ മുമ്പത്തെ സീസണിൽ ജയ്സ്വാളിനെ പോലെ ആയിരിക്കും. ജയ്സ്വാൾ അടിച്ചടിച്ച് എന്തായി ജയ്സ്വാളിന്റെ ഇൻഡിവിജ്വൽ സ്കോർ കയറി പോകുന്നുണ്ട്. പക്ഷെ RR എവിടെ എത്തിയില്ല. RR പെട്ടെന്ന് ഔട്ടായി പോയതുകൊണ്ട് ഇവന് ക്യാപ്പും കിട്ടിയില്ല. അല്ലെങ്കിൽ അവൻ തന്നെ ടോപ്പിൽ വരേണ്ടത്. പിന്നെ LSGയുടെ എന്താ പറയാ എൻഡ് ഓഫ് ദി ഡേ ഈ പറഞ്ഞതുപോലെ മാച്ചസ് പോകുന്നിടത്തോളം ബാറ്റിങ്ങിൽ മാത്രം നമുക്ക് ആശ്രയിച്ച് നിൽക്കാൻ പറ്റൂല. ബോളിംഗ് കൂടി അവർ സപ്പോർട്ട് വിടണം. സോ LSGയുടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നിക്കോളസ് പൂരനും മിച്ചൽ മാർഷനുള്ള ഒരു ഫാക്ടർ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ സീസൺ എടുത്ത് കഴിഞ്ഞാൽ സാസ് എടുത്ത് കഴിഞ്ഞാൽ അഭിഷേക് ശർമ്മ ട്രാവിസ് ഹെഡ് ഇവരുടെ ഒറ്റയിലായിരുന്നു ഇവര് റൺസ് കയറേണ്ടത്. ബോളിംഗ് നോക്കണില്ല. അതേപോലെ തന്നെ ഇപ്പൊ LSGയുടെ ഫാക്ടർ എടുത്ത് ഈ പറഞ്ഞ മിച്ചൽ മാർഷ് നിക്കോളസ് പൂരൻ ബോളിംഗും കൂടി അപ്പൊ ഒരു സപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ ബോളിംഗ് അതൊരു വലിയ ഫാക്ടർ ആയിട്ട് സീസൺ പോണത്തോളം നോക്കാം. ഷർദുൽ താക്കൂറൊക്കെ നല്ല അടി മേടിച്ചിട്ടുണ്ടായി. ആദ്യത്തെ 2 കളി പറഞ്ഞിട്ട് ബാറ്റ്സ്മാൻ ആണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു പ്ലേ ഓഫ് സ്റ്റേജ് വന്ന് അല്ലെങ്കിൽ ഒരു ഫൈനലിൽ ഒരു ഇമ്പോർട്ടന്റ് മാച്ച് വന്ന് ഒരു മിച്ചൽ സ്റ്റാർക്കിനെ പോലെ ഒരു ബുംറേനെ പോലെയോ ഈ പറഞ്ഞ പോലെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു കീ ബോളർ ഇല്ല. എക്കണോമി പിടിച്ചെറിയാൻ പറ്റിയ നമുക്കൊരു വിക്കറ്റ് വേണോന്ന് പറഞ്ഞ് ഡിഫെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ ഉദാഹരണം ലാസ്റ്റ് 2 ഓവർ 40 റൺസ് 39 റൺസ് കൊണ്ട് കൊടുത്തിട്ട് അവര് ജയിച്ചത് വെറും 4 റൺസ്. ബോളിംഗിൽ എടുത്ത് പറയാനുള്ളൊരു ഫേസ് ഇല്ല അവനിക്ക്. അതൊരു സെറ്റ് ബാക്ക്. അത് അവരുടെ ഈ പോയിന്റ് പൊസിഷനിലുള്ള അത് അവരെങ്ങനെ ഓവർകം ചെയ്യുന്നു അതുപോലെ ആയിരിക്കും അവര് കപ്പടിക്കോ പ്ലേ ഓഫ്. അതിലുള്ള ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ അവരുടെ കോച്ച് സഹീർ ഖാൻ ഒരു ബോളറാണ്. എന്നിട്ട് ഒരു നല്ല ബോളിംഗ് ടീം ലൈനപ്പ് ഉണ്ടാക്കാൻ പറ്റില്ല. ഇന്ത്യൻ ബോളേഴ്സാണ് മെയിൻ ആയിട്ട് ബോളിംഗ് പഞ്ചാബ് ബിഷ്ണോയ് അവേഷ് ഖാൻ പിന്നെ അങ്ങനത്തെ കളിക്കാരൻ ഷർദുൽ താക്കൂർ പിന്നെ അടുത്ത ടീം പറയാലോ പ്രീതിസിന്റെ കുറെ കാലമായിട്ട് കരഞ്ഞോണ്ടിരിക്കണായിരുന്നു. ഇപ്പൊ കുറച്ച് ഈ ഡയലോഗിനുള്ള കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞോണ്ടിരുന്നത് ഭയങ്കരമായിട്ട് ഞാൻ പറയട്ടെ കഴിഞ്ഞ സീസൺ എല്ലാ സീസണിലും കാണുന്ന ഒരു ഇതാണ് തോറ്റാലും ജയിച്ചാലും ക്യാമറമാൻ ഇടയ്ക്ക് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. LSGയുടെ കേസും പഞ്ചാബിന്റെ എടുത്തു കഴിഞ്ഞാൽ കാവ്യമാരന് ഓരോ ബോളിന് എക്സ്പ്രഷൻ ഉണ്ട്. പക്ഷെ ഇപ്പൊ വലിയ എക്സ്പ്രഷൻ ഒന്നും ഇല്ല. ഇപ്പൊ ഇങ്ങനെ കളിയാണ്. ഒന്നും ചെയ്യാൻ പറ്റുള്ള രീതിയിൽ
ഇപ്പോൾ LSGയുടെ കേസും പഞ്ചാബിൻ്റെ കേസും എടുത്തു കഴിഞ്ഞാൽ LSG ഓവർസീസ് ബാറ്റ്സ്മാനെ ഓവർസീസ് പ്ലേയേഴ്സിനെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ പഞ്ചാബ് നേരെ ഇന്ത്യൻ പ്ലേയേഴ്സിനെ ആശ്രയിക്കണം. ഇന്ത്യൻ പ്ലേയേഴ്സ് അവർക്ക് വേണ്ടി പെർഫോം ചെയ്യണം. കാരണം ഈ പറഞ്ഞ സ്റ്റോയിനിസ് ആയിക്കോട്ടെ, മാക്സ്വെൽ ആയിക്കോട്ടെ, യാൻസൺ ആയിക്കോട്ടെ, ഇവരൊന്നും പെർഫോം ചെയ്തിട്ടൊന്നുമില്ല. ബാറ്റ് കൊണ്ട് പെർഫോം ചെയ്തു. പക്ഷെ ബോളിംഗിന്റെ നല്ല അടി നല്ല ചെണ്ടയൊക്കെ കിട്ടി. പക്ഷെ പഞ്ചാബ് ജയിച്ചു. പഞ്ചാബിന്റെ മെയിൻ ഈ പറഞ്ഞ ഓവർസീസ് പ്ലേയേഴ്സ് തന്നെയാണ്. ഇവൻ പറഞ്ഞ ശരിയാണ്. സ്റ്റോയിനസും മാക്സ്വെല്ലും രണ്ടുപേരും ഇതുവരെ ബാറ്റിംഗിൽ ഒരു പെർഫോമൻസ്. മാക്സ്വെല്ലിനെ എടുത്തേക്കണ സത്യം പറഞ്ഞ ഒരു പവർ ഹിറ്റർ എന്നുള്ള നിലയില്ല. പക്ഷെ മാക്സ്വെൽ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യണത് ബോളിംഗിൽ. ഇപ്പൊ നല്ലൊരു ബോളറായിട്ട് പറയുന്നത് അതാണ് പറയാൻ പറ്റൂല. മാക്സ്വെല്ലൊന്നും ഈ പറഞ്ഞ പോലെ മാക്സ്വെല്ലിനെ ഇത് തള്ളാൻ പറ്റില്ല നമുക്ക് അറിയുന്ന. അപ്പോ ശ്രേയസറിന്റെ ക്യാപ്റ്റൻസി ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ ഇപ്പൊ യൂസ് ചെയ്യണ പ്ലേയേഴ്സിന്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ആകെ രാജസ്ഥാന്റെ കൂടെ മാത്രമല്ലേ തോറ്റിട്ടുണ്ട്. ആ ഒരു കളി മാത്രം. അത് രാജസ്ഥാൻ ടോട്ടലി അത് രാജസ്ഥാൻ ഈ സീസണിൽ കളിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് കളി കളിച്ചു. പറയാൻ വിട്ടുപോയത് റാണയുടെ പെർഫോമൻസ് ആയിരുന്നു. നിതീഷ് റാണയുടെ ആ ഒരു കളി നല്ല ക്ലാസ് അടിയായിരുന്നു മൊത്തം. ബാക്കി കളികളൊന്നും കളിച്ചിട്ടില്ല. സെഞ്ചുറി അടിച്ചൊരു പയ്യനുണ്ടല്ലോ പ്രിയാൻഷാരി. അത് നമുക്ക് എന്തായാലും അത് എടുത്തു പറയണ്ട. കാരണം അൺക്യാപ്ഡ് പ്ലേയേഴ്സിൽ ഫാസ്റ്റസ്റ്റ് സെഞ്ചുറി 39 ഇന്ത്യൻ പ്ലേയേഴ്സിലും ഫാസ്റ്റസ്റ്റ് സെക്കൻഡ് സെഞ്ചുറി. യൂസഫ് പത്താന്റെ റെക്കോർഡ് ഇപ്പോഴും പോയിട്ടില്ല. 37. അതെ. അല്ല അത് റൈന എത്രയായിരുന്നു അടിച്ചത്? റൈന അടിച്ചിട്ടുണ്ടായില്ല. റൈന വേറെ കളി ഉണ്ടായില്ല. മറ്റേ 97 എടുത്തല്ലേ? 84 മറ്റേ 25 ബോളില് സെഞ്ചുറി അടിച്ചത്. IPL ഇപ്പോഴുള്ള സെഞ്ചുറി എന്ന് പറയുമ്പോൾ ഒരു ഐക്കോണിക് സെഞ്ചുറി യൂസഫ് പത്താന്റെ 37 ഗോളുള്ള സെഞ്ചുറി തന്നെയായിരുന്നു. ക്രിസ് ഗെയിലിനെ പറ്റിയതാണ്. അങ്ങനെയാണ് ഫസ്റ്റ് എടാ IPL ഓപ്പണിംഗ് സെറമണി ഓപ്പണിംഗ് മാച്ചിൽ മക്കല്ല് ഒടിച്ചതാ. അല്ല എന്നിട്ട് ആരും അറിയാനില്ലാണ്ട് ലാസ്റ്റ് ആരോൺ ഫിഞ്ച് ഒന്ന് നിർണ്ണയിക്കണം. ഈ സീസണിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. നമ്മളങ്ങനെ പറഞ്ഞു. അല്ല പ്രിയാൻഷാരിയുടെ ഇന്നത്തെ മാച്ചിന് നമ്മൾ എന്തായാലും അപ്ലോഡ് ചെയ്യുന്ന ഫസ്റ്റ് ബോളിൽ തന്നെ ഫസ്റ്റ് ഗോൾഡൻ ഡക്ക് ആയിരുന്നു. ഗോൾഡൻ ഡക്ക് ആയിരുന്നു. പക്ഷെ ഈ കളി കളിച്ചത് എങ്ങനെയാണ്? വിക്കറ്റ് ഇൻട്രോയില് കറക്റ്റ് ഇൻട്രോയിലിന് ഓരോ വിക്കറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ പുള്ളിയുടെ ഇന്റന്റ് പുള്ളി മാറ്റിയില്ല. ആ പുള്ളി അടിക്കും. ശശാങ്കിന് എടുത്ത് ഓർമ്മ നല്ല ആങ്കറിങ് ഇന്നീസ് ആയിരുന്നു ശശാങ്ക്. ഞാൻ വിചാരിച്ചു അവനൊരു ഫിനിഷർ മാത്രമാണ് വന്നത്. പക്ഷെ ഇന്നവൻ തെളിയിച്ച് അവൻ ആങ്കറിങ് റോളിലും കളിക്കാൻ പറ്റും. കാരണം ഇവനുള്ളപ്പോ ഇങ്ങനെ സ്ട്രൈക്കർ റൊട്ടേറ്റ് ചെയ്ത് ഒരു ഇടയ്ക്ക് ഒരു ബൗണ്ടറി ഒക്കെ അടിച്ച് ഇവൻ പോയപ്പോ ലാസ്റ്റത്തെ ഓവറൊക്കെ ആയപ്പോ കുറച്ചടിച്ച് അവിടെ നിർത്തി. നല്ല കളിയായിരുന്നു. പഞ്ചാബ് അതുപോലെ വീണ്ടും അവർ ടോപ്പ് 4 തന്നെ ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത്. അവരുടെ ടീം മോസ്റ്റ്ലി സ്റ്റേബിൾഡ് ആണ്. അതുകൊണ്ട് സ്റ്റേബിൾ സ്ക്വാഡ് ആണ്. ബോളിംഗിൽ പർശദീപ് ഉണ്ട്, ചഹലുണ്ട്. പക്ഷെ ഇന്ന് ചഹലിന് ഇപ്പൊ 16ാമത്തെ ഓവറായിരുന്നു കൊടുത്തത്. അത് പക്ഷേ അവിടെ എന്ന് പറഞ്ഞാൽ ശ്രേയസറിന്റെ ക്യാപ്റ്റൻസിനെ കുറിച്ച് പറയണ്ട. വെറുതെ ആവശ്യമായിട്ട് യൂസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ പ്ലേയേഴ്സിന്. അതാ പറഞ്ഞ. അപ്പൊ മാക്സ്വെല്ലിൽ നിന്ന് 2 ഓവർ കൊടുത്തു. ബേസ് ബോളറാണോ ഇവരുടെ? അത് എനിക്ക് തോന്നുന്നു ചെന്നൈയില് 2 ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ ഉള്ളതുകൊണ്ടാണ് ആ മാക്സ്വെല്ലിന് ആ ഓവർ അതാ വിക്കറ്റ് കൊടുത്തു കൊടുക്കുകയും ചെയ്തല്ലോ. അതാണ് വ്യത്യാസം. അവിടെയാണ് ക്യാപ്റ്റൻസിനെ പറയേണ്ടത്. സെക്കൻഡ് ഹോൾഡ് ഇപ്പോ പഞ്ചാബിന്റെ കഴിഞ്ഞ് ഇനി നമുക്ക് നെക്സ്റ്റ് ടീമിലോട്ട് പോവാം. എല്ലാവരും താഴ്ത്തി അതായത് താഴ്ത്തി കൊണ്ടുവന്ന് അവര് ഭയങ്കര അടിപൊളിയായിട്ട് ഈ പ്രാവശ്യം ഫാൻസിന് പറയാ ഇസാലെ കപ്പ് നമ്മുടേത്. കാരണം ആ ടീം കണ്ടിട്ട് അല്ലെ ടീമിന്റെ പെർഫോമൻസ് കണ്ടിട്ട് ക്വാളിറ്റി ഉണ്ട്. ഇതുവരെയുള്ള കളിയിൽ കേട്ടോ ഭയങ്കര ബാക്കി ടീംസ് നോക്കുമ്പോ ഭയങ്കര ഓവർ പവർഡ് ആയ ടീം എന്ന് പറയില്ല. പക്ഷെ എന്നാലും അവരെല്ലാരും കളിക്കുന്നുണ്ട്. നല്ല ബാലൻസ് ഉണ്ട് അവർക്ക്. ഞാൻ പറയട്ടെ, എല്ലാരും ഒരു ഇന്റന്റിൽ കളിക്കുന്ന ഭയങ്കര ഒരു മേല് കളിക്കുന്ന ഒരു ഫീൽ കിട്ടുന്നത് RCBയുടെ കളിയാണ്. മറ്റേ മുംബൈ ആയിട്ടൊക്കെ ഒരു ക്യാച്ച് എടുത്തപ്പോ എല്ലാരും ഹാപ്പി. ഈ കോൺട്രവേഴ്സീസ് ഡ്രാമാസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും RCBയിലില്ല. മറ്റേ LSG ഒരു പയ്യനുണ്ടായിരുന്നല്ലോ ഓരോ വിക്കറ്റ് എടുക്കുമ്പോഴും എന്തൊക്കെ കാണിച്ചു. അതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചില്ലല്ലേ. പുള്ളിയുടെ ആകെയുള്ളത് 30 ലക്ഷമാണ്. പുള്ളിന്റെ 30 ലക്ഷത്തിന് എടുത്തത്. ഫസ്റ്റത്തെ കളി 1.25 ലക്ഷം രൂപ ഫൈൻ, രണ്ടാമത്തെ കളി 3.25 ലക്ഷം രൂപ ഫൈൻ. ആ കളി വിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ പഞ്ചാബ് ഓരോ 6 അടിക്കുമ്പോൾ ഓരോ 4 അടിക്കുമ്പോൾ ഇത് തന്നെ കാണിച്ചോണ്ടിരിക്കും. പേര്
റാത്തി. അത് തന്നെയാണ് ഞാനും പറഞ്ഞത് ദിഗ്വേഷ് എന്ന്. ദിഗ്വേഷ് റാത്തി, അതെ ധ്രുവ് റാത്തി അല്ല കേട്ടോ, ദിഗ്വേഷ് റാത്തി. ദിഗ്വേഷ് സിംഗ്, My mistake. ഭയങ്കര വ്യത്യാസം ഉണ്ട് അവരുണ്ട്. ദിഗ്വേഷ് സിംഗ് റാത്തി. അതെ. അതന്നെ ഞാനും പറഞ്ഞ. സിംഗ് അവന്റെ അവന്റെ പേര് നമ്മൾ അങ്ങനെ നോട്ട് ചെയ്ത് വന്നിട്ട് തുടങ്ങിയിട്ടില്ല. അതേപോലെ കഴിഞ്ഞ സീസണിലാണെന്ന് ഹർഷിത് റാണ ഭയങ്കര അഗ്രഷൻ മറ്റേ ഒരു സെലിബ്രേഷൻ അല്ല ഇന്നുണ്ടായിരുന്നു സെലിബ്രേഷൻ, മറ്റേ വിക്കറ്റ് ഇങ്ങനെയൊക്കെ കൂടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. അപ്പോ അത് കഴിഞ്ഞിട്ട് ചെണ്ട കൊണ്ടപ്പോ പിന്നെ ഒന്ന് പയ്യെ ഹർഷിത് റാണ അതേ സമയത്ത് ഇന്ത്യൻ ടീമിൽ കയറി കളിക്കുകയും ചെയ്തു. കളിച്ചു. പുള്ളി അതായിരിക്കും മനസ്സിൽ വെച്ചിട്ട് അറിയില്ല. ആ അഗ്രഷൻ വെച്ചിട്ട് അവര് കപ്പടിക്കുകയും ചെയ്തല്ലോ. അതെ അതെ. അപ്പോ പക്ഷെ ഇവന്റെ പേരെന്താ? റാത്തി. റാത്തി. ദിഗ്വേഷ് റാത്തി. ആ പേര് മനസ്സിലാക്കാൻ തന്നെ ഭയങ്കര പാടാ. പുള്ളിയുടെ സെലിബ്രേഷൻ ഇച്ചിരി കൂടുതലാണെന്നാണ് എന്റെ ഒരു ഇപ്പൊ ഇത്ര റൂൾസ് വന്ന സ്ഥിതിക്ക് മീഡിയ അറ്റൻഷൻ അതാണ് സോഷ്യൽ മീഡിയയിൽ ഒരു പേര് അല്ലാതെ നോർമലി ഒരു നെഗറ്റീവ് മാർക്കറ്റിങ്ങിനെക്കാളും വലിയ മാർക്കറ്റിംഗ് ഇല്ല. അതിവിടെ ചോദിച്ചാൽ അതെ അതിന്റെ മെയിൻ. ഞാൻ പറയട്ടെ, 1-2 വിക്കറ്റ് എടുത്ത് വെച്ചിട്ട് ഒരു ഫെയിം ആവാൻ പറ്റൂല. ഇങ്ങനെ എന്തെങ്കിലും ചെയ്താലേ. പക്ഷെ അത് തിരിച്ചടി ആവാനാണ് കൂടുതൽ ചാൻസ് എന്നാണ് എനിക്ക് പുള്ളിയുടെ കാര്യത്തിൽ തോന്നുന്നത്. ഹർഷിത് റാണ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. പുള്ളിയുടെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് തിരിച്ചടി ആവാനാണ്. അത് വെച്ചിട്ട് ഒരു കരിയർ ബിൽഡ് ചെയ്യാനൊന്നും പറ്റൂല. ആൾക്കാരുടെ ഹെയ്റ്റ്സ് മൊത്തം മാരിച്ചു. അത് പ്രത്യേകിച്ച് കീ പ്ലേയേഴ്സിലേക്ക് ഇത് പറയാൻ വേണ്ടി ചിലപ്പോ അവനങ്ങനെ കോഹ്ലിയുടെ വിക്കറ്റ് എടുത്തൊരു കാര്യം അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണാം. അപ്പൊ കോഹ്ലി തിരിച്ചിങ്ങി വരും ഒരു വരവ്. കോഹ്ലി മറ്റേ ഓസ്ട്രേലിയ പോയിട്ട് വന്നത് ഓർമ്മയുണ്ടോ? ഓസ്ട്രേലിയയിൽ എനിക്ക് വേറൊരു കളിക്കാനാണ് ഓർമ്മ. കോഹ്ലിയുടെ ഈ കഥ പറയുമ്പോ കോഹ്ലിയുടെ വിക്കറ്റ് എടുത്ത് ഒരുത്തൻ ഇങ്ങനെ ഇറണ്ടായി വെസ്റ്റ് ഇൻഡീസിൽ ഒരു ബോളർ വില്യംസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വില്യംസ് എന്നുള്ള പേര് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിൽ ഞാൻ കേട്ടിട്ടില്ല. അങ്ങനത്തെ ബോളർ ഞാൻ പിന്നെ കണ്ടിട്ടില്ല. സംഭവം ഉണ്ടായാലും കോഹ്ലി മറ്റേ സായ് കിഷോർ തമ്മിൽ പ്രശ്നം ഉണ്ടായില്ലേ? കോഹ്ലി അമ്പയറുടെ ഇടയിൽ വന്നത് കോഹ്ലി എന്താണെന്ന് വെച്ച് വരുന്നുണ്ട്. സായ് കിഷോർ തിരിച്ചതേപോലെ പോകുന്നത്. കോഹ്ലി വരുന്നത് ചെന്നൈയായിട്ടുള്ള മാച്ചിന് വേണ്ടി ഖലീൽ അഹമ്മദായിട്ട് ഇതേപോലെ ഈ സീസൺ അത് കളി കഴിഞ്ഞിട്ട് അവര് മൂവ്മെന്റ്സ് വരുമ്പോഴാണ് അവിടെ വിഷയം. പിന്നെ അത് ഖലീലിന്റെ പറഞ്ഞല്ലേ പറ്റൂല, സംസാരിക്കാൻ പറ്റാതെ അങ്ങനെയല്ല ഇങ്ങനെയല്ല. കാരണം കോഹ്ലിനെ ആർക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഫാൻസ് പഞ്ഞിക്കണമെന്ന് അറിയാം. ഉറപ്പായിട്ടും ആ ഒരു പ്രഷറിന്റെ അകത്ത് ചെയ്യുന്നതായിരിക്കും. പക്ഷെ പിന്നീടായിരിക്കും അവന് ബോധം. ഇന്നലേക്ക് നമ്മൾ ആർ സി ബിയിലേക്ക് തിരിച്ചു വരാം. ആർ സി ബിനെ പറ്റി നമ്മൾ എന്തായാലും ഈ കൊല്ലം കുറച്ച് പൊക്കി പറഞ്ഞേ പറ്റൂ. പക്ഷെ എനിക്കിപ്പോഴും ഡൗട്ട്സ് ഉണ്ട് കേട്ടോ. ഈ ഒരു മൊമെന്റം ആർ സി ബിക്ക് സീസൺ കഴിയുന്നോളം കൊണ്ടുപോകാൻ പറ്റുമോ? സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നീ പറഞ്ഞ മറ്റേ ഫാക്ട് തന്നെ, ഹോം ഗ്രൗണ്ടിൽ ചിന്നസ്വാമിയിൽ ഇവർ അങ്ങനെ കളിക്കും എന്നുള്ളത് കണ്ടറിയാം. അത് ശരിയാണ്. അല്ല നമുക്കത് പറയാൻ പറ്റില്ല. ഇപ്പൊ ഇപ്പോഴത്തെ പെർഫോമിംഗ് എന്ന് വെച്ചാൽ നല്ല രീതിയിലാണ്. എടാ ഇപ്പൊ കഴിഞ്ഞ സീസണിന്റെ രാജസ്ഥാൻ റോയൽസ് എടുത്തു. ആ ഒരു സംഭവം തന്നെ ചെയ്യുന്നത് ആർ സി ബിക്കും തുടക്കം ഒരു മൊമെന്റം ഉണ്ടാവും. അതൊക്കെ അത് പറ്റണം. അതൊരു മെയിൻ ഒരു ചോദ്യചിഹ്നം തന്നെയാണത്. നിലവില് പട്ടിദാർ കളിക്കുന്നുണ്ട്, പടിക്കൽ കളിക്കുന്നുണ്ട്, പിന്നെ കോഹ്ലി കളിക്കുന്നുണ്ട്, ജിതേഷ് ശർമ്മ കഴിഞ്ഞ കളി കളിച്ചു. അതിപ്പോ ഹേസൽവുഡ് ആണെങ്കിലും ഈ പറഞ്ഞ വിക്കറ്റ്സ് എടുക്കുന്നുണ്ട് എക്കണോമിക്കൽ അല്ലെങ്കിൽ പോലും. ഭുവനേശ്വർ കുമാർ ആണെങ്കിലും കീ മൊമെന്റ്സിൽ കയറി പെർഫോം ചെയ്യുന്നുണ്ട്. അതാണ് ഇന്നലെ ഭുവനേശ്വർ കുമാർ അടിയുണ്ട്. 17th ഓവറിൽ ആ കൺസിസ്റ്റന്റ് 4 യോർക്കർ അവിടെയാണ് കളി മാറിയത്. അത് നമ്മള് കാരണം വിക്കറ്റും കാണിക്കാനില്ല, ഒന്നും കാണിക്കാനില്ലാത്തോണ്ട് ഭുവനേശ്വറിന് ആൾക്കാർ പറഞ്ഞു. കളി കണ്ടവന് അറിയാം പുള്ളി ഉണ്ടാക്കി ഇമ്പാക്ട്. ഫസ്റ്റ് കളിയിലൊക്കെ കൃണാൽ പാണ്ഡ്യയാണ് കൃണാൽ പാണ്ഡ്യ. ഇപ്പൊ 2 കളി രജത് പട്ടിദാറാണ് മാൻ ഓഫ് ദി മാച്ച്. പട്ടിദാർ ക്യാപ്റ്റൻ നല്ല ക്യാപ്റ്റനും ഞാൻ വിചാരിച്ചത് ഒരു പ്രഷറൊക്കെ വന്ന് പട്ടിദാറിനൊന്ന് ക്യാപ്റ്റൻസി താങ്ങാൻ പറ്റില്ല എന്ന് വിചാരിച്ച കളിക്കാനാണ്. കാരണം ആർ സി ബി എന്ന് വെച്ചാൽ അത്രയും വലിയൊരു ഫ്രാഞ്ചൈസി. വിരാട് കോഹ്ലി അവിടെ നിൽക്കുന്നു. പട്ടിദാർ ക്യാപ്റ്റൻ എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു കഴിഞ്ഞ പോഡ്കാസ്റ്റില്. എത്രത്തോളം ഇതുവരെ അവൻ നല്ല രീതിയിലാണ് അവന്റെ ക്യാപ്റ്റൻസി, നല്ല ഡിസിഷൻ മേക്കിങ്ങും സമാധാനം കാമായിട്ടാണ് അവിടെ നിൽക്കുന്നത്. എല്ലാം ഹാൻഡിൽ ചെയ്യാൻ, പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. എല്ലാ പ്ലേയേഴ്സിന്റെ ഇടയിലുള്ള ഇമോഷൻസും കാര്യങ്ങളും. അതെ, നല്ലൊരു ടീം ബോണ്ട് ഉണ്ട്. ഇപ്പൊ ആർ സി ബിനെ കാണുമ്പോൾ തന്നെ മെയിൻ ആയിട്ട് ഇപ്പൊ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഒരു നല്ല ടീം ബോണ്ട് ഉണ്ട്. അതെല്ലാ സീസണിലും ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മളല്ല അത് നമുക്ക് ഇത്രയും നമ്മള് മാച്ചിന്റെ ഉള്ളിൽ കാണാറില്ല. കാരണം ഇവര് മറ്റേ അവിടെ പോയിട്ട് മറ്റേ ഇവന്റെ ഒരു മിക്സർ നാക്സ് ഒക്കെ വരുമ്പോ ആ പരിപാടിയുടെ ഉള്ളിൽ കാണാറല്ലാണ്ട് ജയിക്കണം 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 എന്നുള്ള രീതിയിൽ എല്ലാരും ഒരുമിച്ച് നിൽക്കണ പോലെ ഈ സീസണിൽ എന്തോ ഒരു തോന്നൽ.
ഇനി അറിയില്ല, ഇനി അവിടെ പറഞ്ഞ ലാസ്റ്റ് ഞാൻ അവരുടെ പെർഫോമൻസ് റൈറ്റ് ആണ്. അതെ, എല്ലാ റൈറ്റ് ട്രാക്കിലും പോയിക്കൊണ്ടിരിക്കണം. സിംഗർ ഒന്നും പിന്നെ ഒരു ഇച്ചിരി ലക്ക് വേണം. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം, കണ്ടറിയാം. ഫസ്റ്റ് കപ്പ് 18 ജയിച്ചു, നമ്പർ 18 എല്ലാം 18. ഞാൻ RCB ഫാൻ അല്ല, പക്ഷെ RCB ഒരു കപ്പ് അടിച്ച് കാണുന്നത് എനിക്ക് പലരിലും ഉണ്ടാവുന്ന ഒരു ആഗ്രഹമാണ്. എല്ലാരും ആഗ്രഹിച്ചു. അത് ISL കേരളം കപ്പടിക്കണ പോലെ ഇരിക്കും. അതെ, മരുഭൂമിയിൽ മഴ പെയ്ത സന്തോഷമായിരിക്കും അവരുടെ ഫാൻസിന്. ഇപ്പൊ നമുക്കൂടെ കേരളം കപ്പടിച്ചാൽ എങ്ങനെയായിരിക്കും? സെയിം അവസ്ഥയാണ് ഇപ്പൊ ബാംഗ്ലൂരുകാരെ സംബന്ധിച്ചത്, അല്ലെ അവരുടെ സപ്പോർട്ടേഴ്സിനെ സംബന്ധിച്ച്. സപ്പോർട്ടേഴ്സ് നിലത്ത് നിൽക്കില്ല. പിന്നെ ഒന്നാമത് സോഷ്യൽ മീഡിയയിൽ നമ്മള് ഇപ്പൊ ഫസ്റ്റ് അവരെ ഇരിക്കണം, ഓവർ പവർ ചെയ്തിട്ട് ഇരിക്കണേ. പിന്നെ ആ കപ്പ് കൂടി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിലത്ത് നിൽക്കൂല, ആകാശത്തായിരിക്കും എല്ലാവരും. ടീമുകളുണ്ട് കപ്പടിക്കാത്ത, കോഹ്ലി എന്നുള്ള ഫാൻ ബേസ് ഉള്ള ബാക്കി എല്ലാ ടീമിനും കപ്പുകളുണ്ട് അല്ലേ? എംഐക്ക് നല്ല ഫാൻ ബേസ് ഉണ്ട്, CSK കൊണ്ട് എല്ലാവർക്കും കപ്പുകളുണ്ട്, വെക്കാനുള്ള കപ്പുകളുണ്ട്. എനിക്ക് മാത്രമാണ് അതിന്റെ ഒരു ഷോർട്ടേജ് വരുന്നത്. പക്ഷേ IPL ഒരു ട്രോഫിയും കൂടി കിട്ടിയ വിരാട് കോഹ്ലി ആസ് എ പ്ലെയർ എല്ലാം കംപ്ലീറ്റഡ് ക്രിക്കറ്റ്. അതെ, മെസ്സി കംപ്ലീറ്റഡ് ഫുട്ബോൾ എന്ന് പറഞ്ഞ പോലെ. ചിലപ്പോ അത് കഴിഞ്ഞിട്ട് റിട്ടയർമെന്റ് വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. അതിന്റെ ഒരു കൊട്ടവിടെ കൊടുത്തിട്ടുണ്ട്. ഗുജറാത്ത് ടൈറ്റൻസ് കളിക്കുന്നുണ്ട്, അടിപൊളിയാണ് അല്ലേ? അതെ, ഉള്ളവരെ വെച്ച് അല്ല, ഗുജറാത്ത് 3 കളിയാണ് ജയിച്ചേക്കണം. ആ 3 കളി ജയിച്ചതിലില്ലേ 3 ഫാസ്റ്റ് ബോളേഴ്സ് ആണ് മാൻ ഓഫ് ദി മാച്ച്. പക്ഷേ ബട്ട്ലർ ആണെങ്കിലും ഈ പറഞ്ഞ ശുഭൻ ഗിൽ ആണെങ്കിലും ഇപ്പൊ നല്ല വിഷമുണ്ടോ? ഒരു 10 കോടിക്കാൻ പോയേക്കണം. അതാണ് നല്ല ലെങ്തിലും ഏറ്റവും ഒരു ഹാപ്പി ഉള്ള ഒരു മൊമെന്റ് എന്ന് പറഞ്ഞാൽ രോഹിത് ശർമ്മ കുറ്റം പറഞ്ഞിട്ട് രോഹിത് ശർമ്മയുടെ തന്നെ വിക്കറ്റ് എടുത്തിട്ട് ആ ഒരു സൂം കൂടി അടിച്ചപ്പോ അതല്ല, നല്ല രസം ഉണ്ടായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു അവനെ അങ്ങനെ ഒഴിവാക്കിയത് അവന്റെ ഒരു ഈഗോ ഹെർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവനത് പെർഫോമൻസിൽ കൺവേർട്ട് ചെയ്യണമെന്നുള്ള ഭയങ്കര ഒരു ത്വര ഉണ്ട് അവന്റെ. എന്താ പറയാ, സെറ്റ് ബാക്സ് ആർ സംടൈംസ് പുഷ് ബാക്സ്. യെസ്, ആ ടൈമില് അവനൊരു ബാഡ് ടൈം പോലെ നിന്നത്. അതായത് IPL ഇങ്ങനെ തഴഞ്ഞു പോയി, സ്വന്തം RCB അത്രയും വർഷം കളിച്ച ടീം ഇട്ടിട്ട് പോയി. അതേപോലെ ഇന്ത്യൻ അങ്ങനൊന്നും നോക്കിക്കഴിഞ്ഞാൽ അവന്റെ ഭയങ്കര ലോലായിരിക്കുമല്ലോ. ഇന്ത്യൻ ടീം അല്ല എടാ, ചില സമയത്ത് ഈ പറഞ്ഞ പോലെ ഒരു ഡൗൺഫോൾ വേണം. കാരണം ആ ഡൗൺഫോള് നമുക്ക് റൈസ് ചെയ്ത് തിരിച്ചു വരുന്ന ബാക്കിയുള്ളവരെ തെളിയിക്കാൻ പറ്റുള്ളൂ. കപ്പാസിറ്റി എന്താണെന്നോ അവന്റെ കേപ്പബിലിറ്റി എന്താണെന്നോ അവൻ തന്നെ സ്വയം റിയലൈസ് ചെയ്യും. പുള്ളിയുടെ ഒരു സ്ഥിരമായിട്ട് കാണുന്നത്, പുള്ളി എപ്പോഴേലും ഒന്ന് താന്നു പോയാൽ തിരിച്ചെപ്പോഴും കയറി വരാറ്. ഇന്ത്യൻ ടീമിലായാലും പക്ഷെ നല്ല ക്യാപ്റ്റന്റെ അടിയിലാണ് കിട്ടിയേക്കണം. അവൻ ഏറ്റവും ഇഷ്ടമുള്ള കളിക്കാരൻ വിരാട് കോഹ്ലി. അവന്റെ ഏറ്റവും ഇപ്പോഴത്തെ കറന്റ് ടീമിലെ ഏറ്റവും ഫേവറേറ്റ് അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ആളാണ് ശുഭ്മൻ ഗിൽ. അപ്പൊ ആ ഫ്രീഡം അവൻ അവിടെ ഉണ്ട്. ആ ഫ്രീഡം മാക്സിമം അവനത് നല്ലൊരു ക്ലിപ്പ് അല്ല, അത് ഭയങ്കര ഇവന്മാർ രണ്ട് നല്ല കൂട്ടുകാരന്മാരാണ്. അത് എന്തായാലും അവനൊരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയറിലാണ് ഇപ്പോഴുള്ളത്. പ്രഷറും കാര്യങ്ങളൊന്നും ഇല്ല, കംപ്ലീറ്റ് ടീമാണ് GT. അതാണ് പ്രശ്നം. പിന്നെ ആശിഷ് നെഹ്റ ആണെങ്കിലും ആസ് എ മെന്റോർ അടിപൊളിയായിട്ട് സിറാജിനെ ഗൈഡ് ചെയ്യും. പ്ലെയർ ആണ്. കാരണം എന്താണ്, ഇപ്പൊ സായി സുദർശൻ, ഗില്ലി, ബട്ട്ലർ, ഈ മറ്റേ ഷെർഫൈൻ, റുദർഫോർഡ്, കളിക്കുന്ന എല്ലാവരും കളിക്കുന്നുണ്ട്. ഇമ്പാക്ട് പ്ലെയർ എന്താ റുദർഫോർഡ്, അതാണ് എനിക്ക് പറയാനുള്ളത്. വേറെ ടീമിൽ എത്ര ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഇത്ര ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടില്ല. അത് ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ പുള്ളി വരും. അതാണ് കറക്റ്റ് ഇമ്പാക്ട് പ്ലെയറിന്റെ യൂസ് ചെയ്യുന്നത്. ആകെ ഇപ്പൊ അവർക്ക് ആകെ ഒരു സെറ്റ് ബാക്ക് ആയിട്ട് ഇരിക്കുന്നത് വെച്ചാൽ അവരുടെ മെയിൻ പ്രൈം ബോളറായ റാഷിദ് ഖാൻ ഫോമിലേക്ക് ഇല്ല. അപ്പൊ അതും കൂടി ഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ റാഷിദ് ഖാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺസിസ്റ്റൻസി ഉള്ള ഒരു പ്ലെയർ ആണ്. അതുകൊണ്ട് തന്നെ തിരിച്ചു വരുമെന്ന് അതാണ് പറഞ്ഞത്. അതില്ലാണ്ടും ഗുജറാത്തിന് ഒരു പ്രശ്നമില്ല, അവര് സിമ്പിൾ ആയിട്ട് ജയിച്ചു പോകുന്നുണ്ട്. അത് ആ പ്രസിദ്ധി കൃഷ്ണനാണ് ഒരു കളി മാൻ ഓഫ് വെച്ച്, 2 കളി സിറാജും. ബാറ്റ്സ്മാൻമാരെല്ലാരും കോംപ്ലിമെന്റ് ചെയ്യും. കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ പറഞ്ഞു അവരുടെ ടീം അടിപൊളിയാണ്. അവർ ആ പെർഫോമൻസ് ആദ്യത്തെ കുറച്ച് കളിയില് റബാഡയൊക്കെ ബെഞ്ചിലിരിക്കണേന്ന് തോന്നുന്നുണ്ട്. അതൊക്കെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നല്ല ടീമായിട്ട് തന്നെ ഇരിക്കാൻ സാധ്യത. എല്ലാവരെയും കളിപ്പിക്കാൻ പറ്റില്ല, പക്ഷേ ഉള്ള ടീമിനെ വെച്ച് അവർ അടിപൊളി ഇപ്പൊ കളിക്കുന്നുണ്ട്. നല്ലവര് അപ്പം പറയാനില്ല, പോസിറ്റീവ് കമന്റ്സ് ഉണ്ട്. ഇപ്പൊ നമ്പർ 1 ഇപ്പൊ നിലവിലെ നമ്പർ 1 ടീം DC. നമ്മൾ അങ്ങനെയൊക്കെ ആരെങ്കിലും 18 സീസൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുമെന്ന് പറയണ്ടായില്ല. പക്ഷേ IPL എടുത്തതിന് ഒരു ഫസ്റ്റ് സീസൺ എടുത്തതിന് ടേബിൾ ടോപ്പേഴ്സ് DC ആയിരുന്നു. അല്ല, അതാണ് ഒരു DC ടീം ഉണ്ടായി. സേവാഗ്, ഗംഭീർ, ഗ്ലെൻ മഗ്രാത്ത്, കെവിൻ പീറ്റേഴ്സൺ, അത്രക്കും സ്ട്രോങ് ആയിട്ട് ഒരു ടീം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് വേറെ ടീം ഉണ്ടായില്ല. അതൊക്കെ അല്ല, അതൊന്നും ഗംഭീറിനെ സേവാഗിന്റെ സമയത്ത് ഉണ്ടായില്ല. അവരൊക്കെ പോയതിനു ശേഷമാണ് ഡേവിഡ് വാർണർ വന്നത്.
അത് വേറൊരു era. കെവിൻ പീറ്റേഴ്സൺ അതൊക്കെ ഒരു വേറെ റേയിരുന്നു. ശ്രേയസ് അയ്യറും പന്തൊക്കെ ഉണ്ടായിരുന്ന സമയത്തും ഭയങ്കര അടിപൊളി team. ഡൽഹിയിൽ എപ്പോഴും യങ്സ്റ്റേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നുണ്ട്. പക്ഷെ ഇപ്പൊ എന്താ പറയാ, നീ ഇപ്പൊ RCB കേസ് പറയണ പോലെ തന്നെ ഡൽഹി ഇപ്പോഴാ ഒരു എന്താ പറയാ മൊത്തത്തിലൊരു ബാലൻസ് ഉള്ള ഒരു സ്ക്വാഡായിട്ട് കാണുന്നത് ഇപ്പോഴാണ്. ബാറ്റിംഗ് ആയിക്കോട്ടെ, ബോളിംഗ് ആയിക്കോട്ടെ, ആ ഒരു ക്യാപ്റ്റൻസി ആയിക്കോട്ടെ, മൊത്തത്തിലൊരു ടീമിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മോട്ടിവേഷനും ആ ഒരു അഡ്മിറേഷനും അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലേയേഴ്സ് തമ്മിലുണ്ട്. ഇപ്പൊ അക്ഷർ പട്ടേൽ ക്യാപ്റ്റൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ഷർ പട്ടേൽ ആണോ ക്യാപ്റ്റൻ ചെയ്യുന്നത് എനിക്ക് സംശയമായിട്ട് തോന്നാറുണ്ട്. കാരണം ഈ പറഞ്ഞ ഡുപ്ലസി വന്നിട്ട് ഹെൽപ്പിംഗ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പൊ ഡുപ്ലസി ഇല്ലാത്ത കളി ഇപ്പൊ KL രാഹുൽ ഇമ്പോർട്ടന്റ് ഡിസിഷൻസ് അങ്ങനെ അവര് തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ വരുന്നുണ്ട്. പക്ഷെ എനിക്കൊന്നും അവന് ഭയങ്കര ലക്കുള്ള ഒരു കളിക്കാരനാണ്. 2020 വേൾഡ് കപ്പ് മുതൽ എടുത്തു കഴിഞ്ഞാൽ അവൻ അവിടെ നിന്ന് അവന്റെ ഒരു പെർഫോമൻസ് കീ പെർഫോമർ ആയിട്ട് വന്ന് 2 ട്രോഫി ഉണ്ട്. ഇവിടെ ഗംഭീർ നല്ല രീതിയിൽ മോൾഡ് ചെയ്ത് അക്ഷർ പട്ടേലിനെ മാറ്റിയിട്ടുണ്ട്. ട്രോഫി ആണെങ്കിലും ഇപ്പൊ ഡൽഹിയിലാണെങ്കിലും അവൻ നല്ലോണം പെർഫോം ചെയ്യും. അല്ല എടാ, ഇപ്പൊ ഡൽഹി ടീം എടുത്തു കഴിഞ്ഞാൽ 2 വേൾഡ് ക്ലാസ് സ്പിന്നേഴ്സ് ഉണ്ട്, 1 ഓഫ് ദ ബെസ്റ്റ് വേൾഡ് ക്ലാസ് ബോളർ ഉണ്ട്. ഓപ്പണിംഗ് ആണെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ല കലക്കം പ്ലേയേഴ്സ് ആണെങ്കിലും പവർ ഹിറ്റേഴ്സ് ആണെങ്കിലും ആ ടീം പ്രോപ്പർലി ബാലൻസ്ഡ് ആണ്. അത് ശരിയാണ്. അതുകൊണ്ട് തന്നെ ഡൽഹി എനിക്കൊരു ഡൗൺഫോൾ എനിക്ക് തോന്നണില്ല ഇപ്പൊ RCBയും ബാക്കിയുള്ള ടീമും പോലെ. ഡൽഹി പക്ഷെ 3 കളി കളിച്ചിട്ടുള്ളൂ, ബാക്കിയുള്ളവർ ലെവലിൽ തന്നെ 2 കളി കളിക്കണം. അല്ല അത് എന്നാലും നമ്മൾ ഇപ്പൊ ഉള്ള ഒരു പോക്ക് കറക്റ്റ് റൈറ്റ് ട്രാക്കാണ്. ഞാൻ തെന്നി വീണോട്ടൊക്കെ വരുന്നുണ്ട്. ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞാല് IPL തുടക്കത്തിൽ ഒരിക്കലും ആവൂല, ലാസ്റ്റിക്ക് വരുമ്പോ എല്ലാം മാറി മാറി. ഇതിപ്പോ അതാണ് പറഞ്ഞത്, 2 കളി തോറ്റു കഴിഞ്ഞാൽ ചിലപ്പോ ഇവരെങ്ങനെയാണ് ഇവരുടെ മെന്റാലിറ്റി എങ്ങനെ ബാധിക്കുന്നുള്ളതൊക്കെ അങ്ങനെ കണ്ട് നമ്മള് ജയിച്ച് പോകുന്നോണ്ട് ഒരു കോൺഫിഡൻസിൽ ഇതാക്കുന്ന ഒരു ഫാക്ടർ ആ ഒരു സംഭവം ഉണ്ട്. കാരണം ഈ പറഞ്ഞ MI CSK SRH ഇവരൊക്കെ എന്തോരം ഡൗൺഫോൾ ആയാലും തിരിച്ചു വരാനുള്ള ഒരു മെന്റാലിറ്റി അവർക്കുണ്ട്. ഈ മോളിൽ വെക്കണ കേപ്പബിലിറ്റി ഉണ്ട്. ഈ മോളിൽ വെക്കണ RCB ആയിക്കോട്ടെ, DC ആയിക്കോട്ടെ, പഞ്ചാബ് ആയിക്കോട്ടെ, ഇവർക്കൊരു ഡൗൺഫോൾ വന്നാൽ അത് അവരെങ്ങനെ തിരിച്ച് ഇതാകുന്നുള്ളൂ അത് കണ്ടറിയണം. അതൊരു വലിയ ഇതാണ്. ഈവൻ മറ്റേ പഞ്ചാബ് ഒരു കളി തോറ്റപ്പോഴത്തേക്കും മറ്റേ ശ്രേയസ് അയ്യർ പറഞ്ഞ ഐ എം ഗ്ലാഡ് ദാറ്റ് ഇറ്റ് ഹാപ്പൻ ഓൺ ഏർലി ഇന്നിംഗ്സ് എന്നുള്ള രീതിയിൽ ഒരു പറഞ്ഞു. കാരണം ഇത് കുറച്ചും കൂടി കഴിഞ്ഞ് അവൻ പോസിറ്റീവായിട്ട് തന്നെ അപ്രോച്ച് ചെയ്തേക്കണം. അല്ല രാജസ്ഥാൻ പോലെ രാജസ്ഥാനും എല്ലാ കളിയും ആ സമയത്ത് ഒരു കളി തോറ്റിട്ടുണ്ടെങ്കിൽ അവര് എന്താണ് അവരുടെ കുഴപ്പം അവരെന്നെ ഒന്ന് റിയലൈസ് ചെയ്ത്. മെയിൻ ഒരു കുഴപ്പം ജയ്സ്വാൾ കളിക്കണില്ലാന്നായിരുന്നു. ജയ്സ്വാൾ ഇപ്പൊ കുറച്ച് ഫോമിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ജയ്സ്വാൾ ഇപ്പോഴും ആദ്യത്തെ 2 കളിയില് അവർക്ക് മറ്റേ ബാറ്റിംഗ് ഓർഡറിൽ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അത് മൂന്നാമത്തെ കളിയിൽ അതെ സഞ്ജു ഇപ്പൊ ഫുള്ളി ഫിറ്റ് ആയി. ആസ് എ ക്യാപ്റ്റൻ ബാക്കാണ്, ആസ് എ പ്ലെയർ അവന് ഇച്ചിരി കൂടി കോൺഫിഡൻസ് ഉണ്ടാവും. സഞ്ജു എങ്ങനെയും അടിക്കും, ഇന്റൻഷൻ ഉണ്ട്. ഇടയ്ക്കുള്ള ഒരു ചെറിയ ഇതിലാണ് വിക്കറ്റ്സ് പോകുന്നത്. എനിക്ക് ഈ സീസണിൽ പറയാനുള്ളത് വെച്ചാല് കപ്പടിക്കട്ടെ അത് ബാംഗ്ലൂരും പെടുട്ടാ. അതാണ് ആകെയുള്ള ഒരു വശം. ഡൽഹി, ബാംഗ്ലൂർ, പിന്നെ പഞ്ചാബ്.